പ്രൈസ് ലോർഡ്. ജോയ്സ് ടിവിയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഞങ്ങളുടെ സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, കർത്താവ് നിങ്ങളെ ഓരോരുത്തരെയും ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. ഞങ്ങളുടെ ചാനലിലൂടെ കടന്നു വരുന്ന സാക്ഷ്യങ്ങളൊക്കെ നിങ്ങൾ എല്ലാവരും ശ്രദ്ധയോടെ കേൾക്കുകയും അത് നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം അനുഗ്രഹമായി തീരുകയും ചെയ്യുന്നുവെന്ന് ഞങ്ങൾ കർത്താവിൽ വിശ്വസിക്കുന്നു. കർത്താവ് ഈ സാക്ഷ്യങ്ങൾ മുഖാന്തരം നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി അനുഗ്രഹങ്ങളും നന്മകളും നൽകി പെരുമാറാകട്ടെ. ഇന്ന് നമ്മോട് പോലെ അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു സഹോദരിയാണ് തൻ്റെ ജീവിതത്തിന്റെ അനുഭവം ഷെയർ ചെയ്യേണ്ടതിന് കടന്നു വന്നിരിക്കുന്നത്. കർത്താവിനെ എങ്ങനെ കണ്ടുമുട്ടിയെന്നും കർത്താവ് തൻ്റെ ജീവിതത്തിൽ ചെയ്യാൻ വലിയ വലിയ കാര്യങ്ങളൊക്കെ ഉണ്ട്. പ്രിയപ്പെട്ട എല്ലാ ദൈവമക്കളും ശ്രദ്ധയോടുകൂടെ ഈ സാക്ഷ്യം കേട്ടാൽ എല്ലാവരുടെയും ജീവിതത്തിൽ അതൊരു വലിയ അനുഗ്രഹമായി തീരും. കർത്താവിനോട് നിങ്ങൾക്ക് വളരെയധികം അടുക്കുന്നതിന് മുഖാന്തരമായി തീരുമെന്ന് ഞാൻ കർത്താവിൽ വിശ്വസിക്കുന്നു. ആ പ്രിയപ്പെട്ട കർത്താവിന്റെ ദാസിയെ തൻ്റെ ജീവിതത്തിന് അനുഭവം ഷെയർ ചെയ്യേണ്ടതിന് ഞങ്ങൾ ജോയ്സ് ടിവിയിലേക്ക് വളരെയധികം സ്നേഹത്തോടും ആദരവോടും കൂടെ സ്വാഗതം ചെയ്യുന്നു. ആമേൻ. പ്രൈസ് ലോർഡ്. പ്രൈസ് ലോർഡ് സിസ്റ്റർ. എന്തുകൊണ്ട് സന്തോഷമായിട്ടിരിക്കുന്നല്ലോ? വീട്ടിലെ ആരൊക്കെയുണ്ട്? വീട്ടില് എന്റെ ഈ ഭവനത്തിനകത്ത് എന്റെ ഹസ്ബൻഡ് ഉണ്ട്, എന്റെ മകനുണ്ട്, ഭാര്യ കുഞ്ഞ്. മകൻ വിദേശത്താണ്, എന്റെ മകളും ഭർത്താവും ഉണ്ട്. ഓക്കെ, കർത്താവ് സഹായിക്കട്ടെ. ഞങ്ങളോടൊപ്പം ആയിരിക്കുന്നതിന് ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമുണ്ട്. സിസ്റ്ററിന്റെ സാക്ഷ്യം കേൾക്കാൻ ഞങ്ങളും അധികം ആഗ്രഹത്തോടു കൂടെ ആയിരിക്കുന്നു. ദൈവം അതിനെ സഹായിക്കട്ടെ. ജീവിതാനുഭവത്തിലേക്ക് കടന്നു പോകുന്നതിന് മുന്നമേ തന്നെ നമുക്ക് ദൈവസന്നിധിയിൽ ഒന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. പരിശുദ്ധ കർത്താവേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ഞങ്ങൾക്ക് നൽകി തന്ന നല്ല അവസരത്തിനായി സ്തോത്രം കർത്താവെ. പ്രിയ സഹോദരിയെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് നടത്തിയ വിധങ്ങളും വഴികളും ഒക്കെ ഷെയർ ചെയ്യുവാന് കർത്താവിന്റെ സ്നേഹം കർത്താവെ ഹല്ലേലൂയ ഷെയർ ചെയ്യുവാൻ ദൈവമുള്ള കൃപ കൊടുത്താട്ടെ. വായോടും നാവോടും അങ്ങ് കൂടെ ഇരുന്നാട്ടെ. കേൾവിക്കാർക്ക് ഏറ്റവും അനുഗ്രഹമായി തീരട്ടെ, ആത്മീക വർധനമായി തീരട്ടെ കർത്താവെ. സാക്ഷ്യം ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ നാമത്തെ ഉയർത്തുന്നതിന് മുഖാന്തരമായി തീരട്ടെ. അല്പസമയം ഞങ്ങൾ ഞങ്ങളുടെ പാദപീഠത്തിലായിരിക്കട്ടെ. എല്ലാ വ്യൂവേഴ്സിനെയും അനുഗ്രഹിച്ചാട്ടെ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ, ആമേൻ. ഓക്കെ സിസ്റ്റർ, കർത്താവ് സിസ്റ്ററെ സഹായിക്കട്ടെ. ഞാൻ ഒത്തിരി കാര്യങ്ങളൊന്നും ചോദിക്കുന്നില്ല. സിസ്റ്റർ സാക്ഷ്യത്തിലൂടെ നമുക്ക് കാര്യങ്ങളൊക്കെ കേൾക്കാമല്ലോ. അപ്പൊ അതുകൊണ്ട് ഇനിയുള്ള സമയം ഞാൻ സിസ്റ്റർ നൽകി തരികയാണ്. സിസ്റ്റർ കർത്താവിന്റെ നാമത്തിന് വേണ്ടി വിനിയോഗിച്ചാട്ടെ. താങ്ക് യു, താങ്ക് യു. ദൈവത്തിന്റെ ഭക്തി പരിശുദ്ധമാകട്ടെ. ഈ ടെസ്റ്റിമണി ചാനലിലൂടെ ഒരു സാക്ഷ്യം, എന്റെ സാക്ഷ്യം പറയുവാൻ തക്കവണ്ണം ദൈവം തന്ന ദൈവയുടെ അവസരത്തിനായി ഞാൻ നമ്മുടെ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയ സിസ്റ്ററെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, കുടുംബത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇതിന്റെ പുറകെ ആരെല്ലാം ധ്വനിക്കുന്നു അവരെല്ലാം ഞാൻ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. അനുഗ്രഹമായി ചാനൽ മുന്നോട്ട് കടന്നു പോട്ടെ. അനേകർക്ക് ആശ്വാസമായി തീരട്ട്. അനേകരുടെ രഹസ്യ സാക്ഷ്യങ്ങളെല്ലാം പരസ്യമാക്കുന്ന ഒരു അനുഭവമാക്കി ഈ ചാനലിലൂടെ ദൈവം മാറ്റട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. എന്റെ പേര് ഗീത എന്നാണ്. എനിക്ക് ഹസ്ബൻഡ് ഉണ്ട്, 2 മക്കളുണ്ട്. അവരുടെ വിവാഹങ്ങൾ കഴിഞ്ഞു. മകനൊരു കുഞ്ഞുണ്ട്. അങ്ങനെ പോകുന്നു. പിന്നെ എന്റെ അമ്മ ജീവിച്ചിരിപ്പുണ്ട്, 85 വയസ്സായി. എന്റെ പപ്പ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു. സഹോദരനുണ്ട്, എന്റെ ചേച്ചിയുണ്ട്. അവരൊക്കെ എല്ലാവരും റിട്ടയർഡായ ഭവനങ്ങളിൽ ഇരിക്കുക. അപ്പൊ എന്റെ കുഞ്ഞിനെയുള്ള സാക്ഷ്യം തൊട്ട് പറഞ്ഞ് തുടങ്ങണമെന്ന് തന്നെയാണ് ഞാനും ആഗ്രഹിക്കുന്നത്. കുഞ്ഞിനെ ഞങ്ങളുടെ എന്റെ അമ്മയുടെ എന്റെ കുടുംബം എന്ന് പറഞ്ഞാല് എന്റെ പപ്പയുടെ പപ്പ വെച്ച ഒരു ചർച്ച് ഞങ്ങളുടെ 2 കോമ്പൗണ്ടിനകത്ത് ഉണ്ട്. ഒരു 2 കോമ്പൗണ്ടിനകത്ത് ഒരു ചർച്ച ഉണ്ട്. ആ ചർച്ചിൽ തന്നെ ഇപ്പോഴും ഞാൻ പോകുന്നു. അവിടെ എന്റെ പപ്പയുടെ പപ്പ വെച്ചതാണ്. പിന്നെ പപ്പയുടെ സഹോദരങ്ങളുണ്ട്, 2 പേരും അടുത്തടുത്ത്, ബാക്കിയെല്ലാം ദൂരെയാ. അപ്പൊ എന്റെ പപ്പ കുഞ്ഞിലെ 12 വയസ്സായപ്പോൾ എന്റെ പപ്പ പ്രവചിക്കുമായിരുന്നു. എന്റെ പപ്പയുടെ ചേട്ടനും ദൈവഭാഗത്ത് തന്നെയാണ്. ആ ചർച്ചില് അപ്പച്ചന്റെ കാലം കഴിഞ്ഞപ്പോ വലിയച്ഛനാണ്. അപ്പൊ അപ്പച്ചന്റെ കാലത്താണ് എന്റെ പപ്പ രക്ഷയിലേക്ക് നടന്ന് കുഞ്ഞു പ്രായത്തില് പ്രവചിച്ചു. അപ്പൊ ഒരു ദിവസം അവിടുത്തെ ചർച്ചിലെ ഒരു വിശ്വാസി ആഹാരമൊന്നും നേരെ വയ്ക്കാതെ ആലയത്തിൽ വന്നെന്ന് പറഞ്ഞിട്ട് മകനെ എറിയാൻ കല്ലുമായി വന്നപ്പോൾ പപ്പ ഈ കല്ലുമായി കൊണ്ടുവന്ന ആളിന് വേണ്ടി പ്രവചിക്കുക. അപ്പൊ ഈ കല്ലുമൊക്കെ ഇട്ടിട്ട് പെട്ടെന്ന് പപ്പയുടെ മുമ്പേ ചെന്ന് മുട്ടുകുത്തി. അദ്ദേഹം ഞങ്ങളുടെ സംഘടനയുടെ പ്രസിഡന്റായി മാറി. പക്ഷെ എന്റെ പപ്പ ഈ 12 വയസ്സ് കഴിഞ്ഞ് അവര് വിദ്യാഭ്യാസ മേഖലയായി കോളേജ് ജീവിതമൊക്കെ ആയപ്പോ എന്റെ പപ്പ രാഷ്ട്രീയത്തിലേക്ക് തിരിഞ്ഞു. ദൈവസന്നിധിയിൽ നിന്ന് അകന്നു പോകാനായിരുന്നു. പിന്നെ
പിന്നീട് വരുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പ്രതികൂലത്തിന്റെ മധ്യേ ഇരിക്കുമ്പോൾ ദൈവം എന്നോട് സംസാരിച്ച് നിന്റെ പിതാവ് താമസിയാതെ ദൈവത്തെ ആരാധിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ അതുപോലെ തന്നെ 2 വർഷത്തിനകം പപ്പ ദൈവസന്നിധി കടന്നു വന്നു. പ്രാർത്ഥനയിലൊക്കെ പടുത്തു മനസ്താപത്തോടുകൂടെയും വേദനയോടുകൂടെയും ദൈവസന്നിധിയിലൊക്കെ ഇരുന്നു, സന്തോഷത്തോടെ ഇരുന്നു. 2 വർഷം ഉണ്ടായിരുന്നു. പിന്നെ സ്നാനപ്പെട്ട് 2 വർഷം കഴിയുമ്പോൾ പപ്പ ലോകത്ത് നിന്ന് മാറ്റപ്പെടുകയും ചെയ്തു. അമ്മ ഇപ്പോഴും വിശ്വാസത്തിൽ തന്നെയാണ്. അങ്ങനെയാണ് എന്റെ കുടുംബ പശ്ചാത്തലം. ഞങ്ങളുടെ കുടുംബമായി ആലയത്തിൽ തന്നെയാണ്. അപ്പൊ എന്റെ കുഞ്ഞിലെയുള്ള എന്ന് പറഞ്ഞാൽ ഞാൻ ചർച്ചിൽ ഞാൻ ചെറുപ്പത്തിലെ സൺഡേ സ്കൂളിനൊക്കെ ഇരിക്കും. എന്റെ അമ്മ ദൈവമാത വന്നിട്ടില്ല അപ്പോഴൊന്നും. ഞങ്ങൾ ഇങ്ങനെ പോയിരിക്കുമ്പോൾ അമ്മയാണെങ്കിൽ ഈ ബന്ധുപുസ്തകരെയൊക്കെ ആക്ഷേപിക്കുന്ന ഒരു സ്വഭാവമുള്ളവരാണ്. വയറിന് വേണ്ടി ജീവിക്കാൻ വേണ്ടി അമ്മയൊക്കെ എങ്ങനെ അന്നേരം ഏത് സമുദായത്തിലായിരുന്നു? CSI ബാക്ക്ഗ്രൗണ്ടിലായിരുന്നു. അപ്പൊ ഇത് ഇഷ്ടമല്ല എന്ന് വെച്ചാൽ ഭയങ്കര ആരാധനയൊക്കെ നമ്മളെ വീട്ടിൽ പുറത്തിരുന്നാലും അകത്തിരുന്നാലും കേൾക്കും. അത്ര അടുത്താ പള്ളി. പക്ഷെ അത് അമ്മയുടെ ഭർത്താവിന്റെ പപ്പയുടെ ചേട്ടനല്ലേ നടത്തുന്നത്. അങ്ങനെയൊക്കെ അവര് ഇതിലോട്ട് ഒരു വരാനായിട്ട് ബുദ്ധിമുട്ടൊക്കെ ആയിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. അപ്പൊ അന്നൊക്കെ ഞാനിങ്ങനെ ചർച്ചയിൽ ഞാൻ ചെന്നിരിക്കും. ആരാധന സമയത്ത് എന്നെ വിളിക്കുമ്പോൾ ഞാൻ ആരാധന ഇടയിൽ ഇരുന്ന് എന്തോന്ന് വിളിക്കും. അത്ര പേടിക്കുക. അമ്മ വിളിക്കുമ്പോൾ പേടിച്ച് എഴിച്ചു ഓടും. സൺഡേ സ്കൂളിലൊക്കെ പോകും. പിന്നെ അമ്മ രക്ഷയിലായിട്ട് വന്നെന്ന് പറഞ്ഞാൽ പപ്പ ഹെഡ് മാസ്റ്ററായിട്ടാണ് പെൻഷനായത്. എന്റെ പപ്പ സ്കൂളിലെ സാറായിരുന്നു. അപ്പൊ ആ സാറായിരുന്ന സമയത്ത് പഞ്ചായത്ത് മെമ്പറും കൂടെ ആയിരുന്നു. പഞ്ചായത്ത് മെമ്പറായിരുന്നപ്പോ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഇലക്ഷന് വേണ്ടി എന്റെ പപ്പയെ ഒളിവിൽ കൊണ്ടുപോയി. അപ്പൊ 2-3 ദിവസം വീട്ടിൽ വരാത്തോണ്ട് പാർട്ടിക്കാരൊക്കെ വന്ന് പറഞ്ഞ് ഞങ്ങളുടെ കൂടെ ഉണ്ട്, പേടിക്കണ്ട, സാറിന് കുഴപ്പമൊന്നുമില്ല, ഞങ്ങളുടെ കൂടെ ഉണ്ട്, ഇലക്ഷൻ കഴിഞ്ഞിട്ട് കൊണ്ടുവരുമെന്ന് പറഞ്ഞു. പക്ഷെ അമ്മയ്ക്ക് സമാധാനമില്ലാതെ അന്ന് അവിടെ ഒരു ഉപവാസ പ്രാർത്ഥന നടക്കുകയായിരുന്നു. അമ്മയ്ക്ക് ഒരു സ്വസ്ഥതയില്ലാതെ ഈ പള്ളിക്കകത്ത് ചെന്ന് അവിടെ കരഞ്ഞു. അങ്ങനെ അവിടെ ഇരുന്ന പ്രവാചകന്മാരൊക്കെ പ്രവചിച്ചു. പപ്പയ്ക്ക് കുഴപ്പമൊന്നുമില്ല, ഒരു ഗുഹയ്ക്കകത്ത് ഇരുത്തിയിരിക്കുകയാണ്, 2 ദിവസത്തിനകം വരുമെന്നുള്ള ഒരു വാക്ക് കേട്ട് ഒരു സമാധാനം തുടർന്നു. പിന്നെയും പള്ളിയിൽ വരും. അവർക്കൊരു സമാധാനം ഇല്ലാതായിപ്പോയി. അവസാനം ദൈവസന്നിധിയെ സമർപ്പിച്ച് അമ്മ രക്ഷിക്കപ്പെട്ടു. അപ്പോൾ 2 ദിവസം കഴിയുമ്പോൾ പപ്പ വന്നു. പപ്പ ഗുഹയ്ക്കകത്ത് ഇരിക്കുന്നു എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായത് വന്നപ്പോ ഉരുളൻ കല്ലെല്ലാം ഉണ്ടായിരുന്നു കയ്യില്. അപ്പൊ ഗുഹയ്ക്കകത്ത് തന്നെ ഇരുന്നത് എന്ന് നമുക്ക് ബോധ്യമായി. അങ്ങനെ അമ്മ രക്ഷയിലെ ഭാഗത്ത് വന്നു. അമ്മ നല്ല വിശ്വാസിയായി, നല്ല അടിയുറച്ച ഒരു വിശ്വാസിയായി അമ്മ മുന്നോട്ട് ഈ ചില പ്രതികൂലങ്ങൾക്ക് അനുഭവിച്ചു. പപ്പ ഇന്ന് അപ്പോഴത്തെ വിഭാഗത്തല്ല. എന്നാലും പിന്നീട് അതെല്ലാം അങ്ങ് ദൈവം നേരെയാക്കി കൊണ്ടുപോയി. അപ്പൊ ഇങ്ങനെ സൺഡേ സ്കൂളും കാര്യങ്ങളൊക്കെ ആയി കഴിഞ്ഞതാണ് ഞാൻ. അങ്ങനെ എന്റെ പ്രീ ഡിഗ്രി കഴിഞ്ഞപ്പോൾ എന്നെ വിവാഹം ചെയ്ത് അയച്ചു. പ്രീ ഡിഗ്രി കഴിഞ്ഞ് ട്രാൻസ്പെറൻസിനുള്ളിൽ അഡ്മിഷനൊക്കെ എടുത്തപ്പോഴാണ് വിവാഹം. പിന്നെ ഇവിടെ കൊണ്ട് പഠിപ്പിക്കാന്ന് പറഞ്ഞു. ഇവിടെ പഠിപ്പിച്ചില്ല. ടൈപ്പ് റൈറ്റിംഗ്, ലോവർ ഹയർ ഇംഗ്ലീഷ് മലയാളം ഒക്കെ പാസ്സായി ഇവിടെ വെച്ച്. അങ്ങനെ പിന്നെ ജോലിക്കൊക്കെ ശ്രമിച്ച് പിന്നെ കുഞ്ഞുങ്ങളായി ജോലിക്കൊന്നും പോകാനായിട്ടില്ല. പക്ഷെ എന്നാൽ എന്റെ ജീവിതത്തിൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രതികൂലങ്ങൾ എന്റെ ജീവിതത്തിലുണ്ട്. ചെറുപ്രായമാണ് അന്ന്. പ്രീ ഡിഗ്രി കഴിഞ്ഞ ഉടനെ കല്യാണം കഴിഞ്ഞാണ്. അങ്ങനെ ബുദ്ധിയോ കാര്യങ്ങളോ ഒന്നും എനിക്കില്ല. ആരെല്ലാം എന്നെ പറ്റിച്ചാലും എനിക്ക് അറിയില്ല. അങ്ങനെയുള്ളൊരു സ്വഭാവത്തിൽ അങ്ങനെ. പക്ഷെ എന്റെ ഭർത്താവ് മദ്യപിക്കുമായിരുന്നു. ഭയങ്കര മദ്യപിച്ച് വാഹനത്തിൽ വന്ന് അടിയോ ബഹളോ പ്രശ്നമോ അങ്ങനെയുള്ളതല്ല. പക്ഷെ തന്നെയാണ് വിവാഹം കഴിച്ചത്. കത്തോലിക്കയാണ് കൊണ്ടുവന്നത്. കത്തോലിക്ക ചർച്ചിൽ വെച്ചാണ് എന്നെ വിവാഹം കഴിച്ച് കൊണ്ടുവന്നത്. അങ്ങനെ ഇവിടെ ചർച്ചിലൊക്കെ പോകും, അങ്ങനെയൊക്കെ പോകും. എന്നാലും ഒരു സ്വസ്ഥതയില്ല, ഒരു സമാധാനമില്ല. അരുതാത്ത ജീവിത രീതിയൊക്കെ എന്റെ ഹസ്ബൻഡിനുണ്ടായിരുന്നു. അതൊന്നും ഞാൻ പുറത്ത് പറയില്ല. ഒറ്റ മനുഷ്യരുടെയും പറയില്ല, വീട്ടിലും പോയി പറയില്ല, ആരോടും പറയില്ല. ഇതെല്ലാം എന്റെ ഹൃദയത്തിനകത്ത് ഞാൻ ഒതുക്കും. എന്ത് കണ്ടാലും എന്ത് കേട്ടാലും എന്തറിഞ്ഞാലും ഞാൻ ഇതെല്ലാം എന്റെ ഹൃദയത്തിനകത്ത് ഭയങ്കരമായിട്ട് ഒതുക്കുന്ന ഒരു സ്വഭാവമാണ്. തുറന്ന് ആരോടെയും പറയില്ല, ദുഃഖം ആരോടെയും പറയില്ല. അങ്ങനെ ഒരു ദിവസം ഞാനിങ്ങനെ വിഷമിച്ച് ഭവനത്തിനകത്ത് വിഷമിച്ച് എന്നും വിഷമം തന്നെ. ഇങ്ങനെ പോയപ്പോ ഒരു ദിവസം രാവിലെ ഒരു ദിവസം രാവിലെ എന്റെ മകന് കാപ്പി കൊടുത്തോണ്ട് ഞാനിങ്ങനെ എന്റെ ഈ വീടല്ല കുടുംബ വീടിനകത്ത് റൂമില് കാപ്പി കൊണ്ട് കൊടുത്തപ്പോ അടുത്ത പിന്നെ വസ്തുവിന്റെ അപ്പുറത്ത് നമ്മുടെ ഫ്രണ്ടില് വേറൊരു വസ്തുവാ. അവിടെ നിന്നുകൊണ്ട് ഒരു നല്ല ഹൈറ്റുള്ള ഒരു മനുഷ്യൻ ഇങ്ങനെ കുനിഞ്ഞെന്നെ നോക്കി. കുനിഞ്ഞപ്പോ ഈ മുടി, ഇവിടെ കിടന്ന മുടി ഇഞ്ഞ് വന്നു, ഫ്രണ്ടിൽ വന്നു കുനിഞ്ഞപ്പോ. എന്നിട്ട് എന്നോട് ആഹാരം ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇല്ല, ഇവിടെ ആഹാരമില്ല, പോകാൻ പറഞ്ഞു. കാരണം എന്ന് പറഞ്ഞാൽ തലേ ദിവസം ഒരു ഇഷ്യൂ ഉണ്ടായത് എന്റെ കുടുംബത്തിൽ. ഒരു ഗൂർഖ വന്ന് പൈസ ചോദിച്ചപ്പോ ഞാൻ 5 രൂപ കൊടുത്തു. അതുകൊണ്ട് എന്റെ അമ്മായി എന്നോട് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കി. അതൊരു വിഷയം. അപ്പൊ ഈ പുരുഷന്റെ കൂടെ ഇനിയിപ്പോ ആഹാരം കൊടുത്താൽ ഭയങ്കര വിഷമമാവുമല്ലോ എന്ന് പറഞ്ഞു, ബുദ്ധിമുട്ടാവുമല്ലോ എന്ന് പറഞ്ഞ് ഞാനൊന്നും കൊടുത്തില്ല. അപ്പോ അന്ന് കടന്നുപോയി. പിറ്റേന്ന് ഒരു 10 മണി സമയമായപ്പോ നമ്മുടെ വീടെന്ന് പറഞ്ഞാൽ റെയിൽവേയുടെ ഫാക്ടറിയാ.
അപ്പൊ ഈ റെയിൽവേയുടെ അപ്പുറത്ത് ഞങ്ങൾക്ക് ഒരു വീടുണ്ട്, ഭർത്താവിന്റെ സഹോദരി താമസിക്കുന്നത്. ഞാൻ അവിടെ പോയിട്ട് കുഞ്ഞിനെ, എന്റെ മോനെ ഒരു 1.5 വയസ്സ് 2 വയസ്സ് അതിന്റെ എടുപ്പിലിരിക്കാൻ കൊണ്ട് ഞാൻ ഒരു തേരി കയറി ഇങ്ങനെ വന്നപ്പോ ഇന്നലെ കണ്ട അതേ മനുഷ്യൻ എന്നെ ഇങ്ങനെ എതിർവെട്ട് വരെയാണ്, തേരിയിൽ നിന്ന് ഇറങ്ങി വരെയാണ് എന്റെ അടുത്തോട്ട് ഇങ്ങനെ. അത് ഒറ്റ വഴിയേ ഉള്ളൂ. അപ്പൊ ഞാനിങ്ങനെ ഒരു നോക്കി, ഇന്നലെയും കണ്ടല്ലോ എന്ന് പറഞ്ഞിങ്ങനെ നോക്കിയപ്പോ നീല കണ്ണ്, ആ തലമുടി വെട്ടി ഇത്ര ഇങ്ങനെ കറക്റ്റ് ആയിട്ടിട്ടുണ്ട്, ഇങ്ങനെ ഇട്ടിട്ടുണ്ട്, ആകാശ നീല പാന്റും ആകാശ നീല ഷർട്ടും. ഇവിടത്തെ ഉള്ളവരാരും ഇട്ടുന്നതല്ല, പട്ട വെച്ച് മുറിയിട്ട ഷർട്ടാണ്, കാലിൽ വാറ കൊണ്ടുള്ള ചെരുപ്പ്, ഇങ്ങനെ കെട്ട് ചെരുപ്പാണ്. പിന്നെ കരിയാണെന്ന് പറഞ്ഞാൽ ഇങ്ങനെ തൊട്ട് 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 എല്ലോടും വെച്ചിട്ടുണ്ട്, തൊട്ട് വെച്ചിട്ടുണ്ട്, അല്ല തേച്ചതല്ല, ഒരു ജോലിയായിട്ട് നിന്നതല്ല, തൊട്ട് തൊട്ട് അവിടെ എവിടെ ഇങ്ങനെ ഇങ്ങനെ ഓരോ കാലിൽ കൊണ്ട്. ഞാൻ നല്ല വെളുത്ത മനുഷ്യനാ. അപ്പോൾ ഞാനിങ്ങനെ എത്രയും സമയം ഞാൻ നോക്കുന്ന സമയത്ത് എന്റെ അടുക്ക ഇങ്ങനെ വന്നു, ഈ വലദോഷത്തൂടെ ഇങ്ങനെ വന്നു. അപ്പൊ ഞാൻ ചിന്തിച്ച് ഇന്നലെയും കണ്ടല്ലോ ഈ മനുഷ്യൻ ആരെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇതേ കണക്ക് ഇങ്ങനെ തിരിഞ്ഞ ആളെ അതേ കണക്ക് ഞാൻ തിരിഞ്ഞു നോക്കിയതും ഈ മനുഷ്യനെ കാണാനില്ല. എങ്ങോട്ട് പോയെന്ന് എനിക്ക് ഒരു പിടിയുമില്ല. ബാക്കിലോട്ട് പോകാൻ വേറെ വഴിയില്ല, ഒറ്റ വഴിയുള്ളൂ താഴോട്ട്. അപ്പോഴെന്റെ ഉള്ളിൽ പെട്ടെന്ന് ഇത് യേശുവാണ് എന്ന് എന്റെ ഹൃദയത്തിനകത്ത്, ആര് പറഞ്ഞതെന്ന് എനിക്കറിയില്ല, ഇത് യേശുവാണ്. അപ്പൊ ഞാൻ ചോദിച്ചു ഇത് യേശുവാ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ മോനെ അങ്ങനെ വെച്ചുകൊണ്ട് കുറേ സമയം അവിടെ നിന്ന് ഒന്നുകൂടെ ഒന്ന് കാണാം, ഒന്നുകൂടെ ഒന്ന് നോക്കാൻ വരുമോ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അങ്ങനെ കുറേ സമയം നിന്നിട്ട് കാണാത്തതുകൊണ്ട് ഞാൻ ഇനി ഭവനത്തിനകത്ത് ഈ വിഷയം ഞാൻ ആരോടും പറഞ്ഞില്ല, രഹസ്യത്തിൽ ഇങ്ങനെ ഹൃദയത്തിനകത്ത് വെച്ചിരുന്നു. അപ്പൊ ഓരോ ദിവസവും ഇങ്ങനെ ദൈവത്തെ കുറിച്ചുള്ള ഒരു സ്നേഹം എൻ്റെ ഉള്ളിനകത്ത് ഉണ്ട്, ദൈവത്തെ കുറിച്ചുള്ള ചിന്തയുണ്ട്, ഇങ്ങനെയൊക്കെ ഉണ്ട്. വിഷമം വരുമ്പോൾ ദൈവത്തോട് ഞാൻ പറയും പോലെയൊക്കെ പറയും. അങ്ങനെ ഒരു ദിവസം ഞാനിങ്ങനെ ഇവിടെ ഭവനത്തിനകത്ത് ഇരുന്നിട്ട് ഒരു ദിവസം ചർച്ചിൽ പോയി. അപ്പൊ എനിക്ക് ഒരു മോൻ മാത്രമേ ഉള്ളൂ, മോളില്ല. ചർച്ചിന് അമ്മ ആരാധനയ്ക്ക് കടന്നു പോകുന്നതുകൊണ്ട് ഞാൻ അവിടെ പോയി ഇരുന്നു. പ്രാർത്ഥിക്കാനല്ല, പ്രാർത്ഥിച്ചില്ല, വെറുതെ പോയിരുന്നതാ. ഞാനിങ്ങനെ വേറ്റിയിരിക്കുക. അപ്പൊ ഇവിടെ വെച്ചിട്ട് ഞങ്ങൾക്ക് ഭവനം ഈ വീട് പണിയെല്ലാം കഴിഞ്ഞപ്പോ അല്പം ഒന്ന് ഒരു ദാരിദ്ര്യം പോലെയൊക്കെ വന്നപ്പോ ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു, എനിക്കൊരു ദൈവമേ ഒരു ജോലി കിട്ടിയെങ്കിൽ ബാധ്യതയൊന്നും ഇല്ലാതെ നല്ലതായിട്ട് പോരാന്നല്ലോ, ഒരു ജോലിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. ഞാൻ അന്ന് ആലയത്തിൽ പോയി ഇങ്ങനെ ബാക്കി ഇരിക്കുകയാണ്, വെറുതെ ഇരിക്കുകയാണ്. ആരാധന പ്രസംഗം നടന്നുകൊണ്ടിരുന്നപ്പോഴും അന്ന് പാസ്റ്റർ തങ്കയെന്ന് പറയും, ആ പാസ്റ്ററായിരുന്നു. അപ്പോൾ പാസ്റ്റർ ഞാൻ വിളിച്ചു പറഞ്ഞു, ഗീത സിസ്റ്ററെ നിങ്ങൾ ജോലിക്ക് വേണ്ടി പ്രാർത്ഥിക്കരുതെന്ന് പറഞ്ഞു. അപ്പോ ഞാനങ്ങ് എന്റെ മനസ്സിനകത്ത് ഭയങ്കര വികാരം. കാരണം ഞാൻ രഹസ്യത്തിൽ ദൈവത്തോട് പറഞ്ഞ കാര്യമാണ്, മനുഷ്യരാരുടെയും പറഞ്ഞതല്ല. ഇതെങ്ങനെ ഈ പാസ്റ്റർ അറിഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട് എന്റെ മനസ്സിൽ. എന്നിട്ടും ആരാധന കഴിഞ്ഞ് ഇറങ്ങിയപ്പോ ഞാൻ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് ഇറങ്ങിയാണ്, ഈ ദൈവം ഇതെന്തോന്ന് ദൈവം ജോലി ചെയ്തു പോലും എന്നെ ജീവിക്കാൻ സമ്മതിക്കുന്നില്ല, അല്ലെ എന്റെ വിഷമങ്ങളൊന്നും ഈ ദൈവത്തിന് കണ്ടൂടെ, ഈ ദൈവത്തിന് കണ്ണില്ലേ, എന്റെ അനുഭവങ്ങളൊന്നും ഈ ദൈവം അറിയുന്നില്ലേ. എന്നിട്ട് ഒരു വാക്കൂടെ പറഞ്ഞ് അതെനിക്ക് പറയാൻ പറ്റില്ല, അസമയവാക്കൊന്നുമല്ല, പറഞ്ഞിട്ട് വിഷമത്തോടെ ഞാലേക്ക് ഇറങ്ങി വന്നിട്ട് പിന്നെയും എന്റെ ഭവനത്തിൽ എന്റെ ഭർത്താവ് വിളിക്കാൻ വരും. അന്നൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്ത് ഒറ്റയ്ക്ക് പോകില്ല, കൊണ്ടുപോകും, ഞങ്ങൾ ഒരുമിച്ച് പോകും. അങ്ങനെയായിരുന്നു. ഒരു ദിവസം വീണ്ടും ഇതുപോലെ ഭവനത്തിൽ പോയപ്പോ അവിടെ പ്രാർത്ഥന, 7 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന നടക്കുകയാണ്. അപ്പോൾ അമ്മ പോകുമ്പോൾ ഞാനും പോയി അവിടെ ഇരിക്കും. പക്ഷെ 3 ദിവസം ആയപ്പോഴും എന്റെ ആരാധനയ്ക്ക് ചെന്നിരിക്കും, എന്റെ കണ്ണിൽ നിന്ന്, കാരണം ആരെ അറിയാക്കാതെ വച്ചൊക്കെയാണ് ദുഃഖങ്ങളെല്ലാം അണപൊട്ടി ഒഴുകി ഭയങ്കര വിഷമത്തോടെ ഞാൻ കണ്ണുനീരോടെ കരഞ്ഞിരിക്കും. അപ്പോഴവിടെ ഇരുന്ന അമ്മച്ചിമാരെ ചോദിച്ച്, സാറിന്റെ അമ്മക്ക് ഇത്ര വിഷമം എന്തോന്ന്, ഇത്രത്തോളം കരയാൻ അവർക്ക് എന്തോന്ന് വിഷമം, അവിടെ പ്രയാസം അനുഭവിക്കുന്നു എന്നൊക്കെ അമ്മയോടെ ചോദിച്ചു. പക്ഷെ അവർക്കൊന്നും അറിയില്ല. അങ്ങനെ 3 ദിവസം ഇരുന്നപ്പോ 3-ാമത്തെ ദിവസം എന്തോന്നില്ലാത്തൊരു സമാധാനം എന്റെ ഹൃദയത്തിനകത്ത് അങ്ങ് വന്നു. ഈ ദുഃഖങ്ങളെല്ലാം മാറിയ ഒരു സമാധാനം വന്നു. പക്ഷെ ആ സമയമാണ് എന്റെ ഭർത്താവ് വണ്ടിയും കൊണ്ടുവന്ന് വിളിക്കാനായിട്ട് ഞങ്ങൾ പോരുകയും ചെയ്തു. അപ്പൊ വഴിക്ക് വെച്ചേ ഞാനിങ്ങനെ ചിന്തിച്ചു, ദൈവമേ ഈ വണ്ടിക്ക് എന്തെങ്കിലും കുഴപ്പം വന്നെങ്കിൽ എന്നെ തിരിച്ച് പള്ളിയിൽ അവിടെ വീട്ടിൽ വിടുമല്ലോ, എനിക്ക് പള്ളിയിൽ പോകാമല്ലോ എന്നുള്ള ചിന്ത. അതൊന്നും സംഭവിച്ചില്ല, വീട്ടിലെത്തി. പക്ഷെ അന്ന് ഞാനൊരു തീരുമാനം എടുത്തതെന്ന് പറഞ്ഞാൽ, ഇനി ഞാൻ ഈ ഭാഗത്തോട്ട് ഇനി ഇല്ല. കാരണം എന്നെ കൊണ്ട് പറ്റൂല, എനിക്ക് അതിന് പോകാനുള്ള സ്വാതന്ത്ര്യമില്ല, എന്നെ വിടില്ല. അതുകൊണ്ട് നമുക്ക് കത്തോലിക്ക പള്ളി എന്നെ ആശ്രയം എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ഇതങ്ങ് വിട്ട്, ഈ വിഷയം എല്ലാം അങ്ങ് വിട്ട് അത് കഴിഞ്ഞ് 13 വർഷം ഭയങ്കരമായ കഷ്ടവും പ്രയാസവും വേദനയും നിന്ദയും അപമാനവും എല്ലാം ഇങ്ങനെ എന്റെ ജീവിതത്തിൽ ഇങ്ങനെ കുമിഞ്ഞു വിഷമമായി. ഇതെല്ലാം മനസ്സിനകത്ത് ഒതുക്കി 1999 ആയപ്പോ എന്റെ മെയ് മാസത്തിൽ എനിക്ക് ഒരു അസുഖം വന്നു. കാരണം ആർക്കും പിടിച്ചു കെട്ടാൻ പറ്റാത്ത ഒരു അസുഖത്തിൽ ഞാനായി. എന്റെ ഭർത്താവ് ചികിത്സിക്കാത്തുള്ള എല്ലാ ഡോക്ടറെ അടുത്തും കൊണ്ടുപോയി, എല്ലാം കൊണ്ടുപോകുമ്പോൾ അവിടെ എല്ലാം കൊണ്ടുപോയി.
പക്ഷെ എന്റെ ഹൃദയം അങ്ങ് മുറിഞ്ഞു പോയി. എനിക്കറിയാം അത് ഹൃദയം രണ്ടായിട്ട് പിളർന്നിരിക്കുന്ന ഒരു അനുഭവം എനിക്കറിയാം. ഞാനിങ്ങനെ ശ്വാസം വിട്ട മൂക്ക് വഴിയല്ല ശ്വാസം വിട്ട, വായിൽ കൂടെ തീക്കാറ്റാണ് വരുന്നത്. അത്രത്തോളം അങ്ങ് ഭയങ്കര ഹൃദയം മുറിഞ്ഞ് വേദനയിലായിപ്പോയി. ഉറങ്ങാനായിട്ട് പറ്റില്ല. ഉറങ്ങിയാൽ എന്തെങ്കിലും സൗണ്ട് കേട്ടാൽ ഞാൻ ഉടനെ ഞെട്ടി ഉണരും. ഹൃദയം വേദനിച്ചാണ് ഉണരുന്നത്. ഒരു പച്ച പുണ്ണെങ്ങനെ വേദനിക്കുമോ അതുപോലെ എന്റെ ഹൃദയം അങ്ങ് വേദനിക്കും. അത്രത്തോളം ഭയങ്കരമായ ഇതായി. എന്നിട്ട് ഒരു ശ്വാസം മുട്ടൽ വന്നിട്ട് പുറത്ത് അടുത്തിരിക്കാൻ പറ്റില്ല, പുറത്ത് കൊണ്ടിരുത്തിയിരിക്കും. ചില ദിവസം ഓഫീസിൽ പോകാൻ നേരത്തെ എന്റെ ചോദിക്കും, ഞാൻ ഇന്ന് പോണോന്ന് കേൾക്കും. എന്ന് വെച്ചാൽ തിരിച്ചു വരുമ്പോൾ കാണോ ഇല്ലേന്ന് അറിയില്ല. അത്രത്തോളം സീരിയസ് ആയ ദിവസങ്ങളൊക്കെ ഉണ്ട്. ഇങ്ങനെയൊക്കെ കടന്നു പോയപ്പോഴാണ് അമ്മ തലേ ദിവസം ഞങ്ങള് കത്തോലിക്ക ചർച്ചിലാണ് ഒരു ധ്യാനം അന്ന് നടക്കുകയായിരുന്നു. അപ്പോഴിവിടെയുള്ള എല്ലാവരും കൊണ്ട് എന്നെയും കൂടെ കൊണ്ടുപോയി. രോഗസൗഖ്യം കിട്ടുന്നല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ കൂടെ കൊണ്ടുപോയി. അവിടെ ഒരു മാത്യു ബ്രദർ എന്ന് പറഞ്ഞ ഒരു ബ്രദർ അവിടെ ശുശ്രൂഷിച്ച്. പക്ഷെ അന്ന് നല്ല വചനം അവര് സംസാരിച്ച്. പോട്ട ധ്യാന കേന്ദ്രത്തിൽ നിന്ന് വന്നതാണ്. ഒന്നാമതായി അവന്റെ രാജ്യത്തെ നീതിയെ കുറിച്ച് അന്വേഷിക്കും. എന്നാൽ ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നിങ്ങൾക്ക് പുറകെ കിട്ടുമെന്ന് പറഞ്ഞു. ഈ വചനം എന്നെ ഭയങ്കരമായ ശക്തമായ ക്രിയ ചെയ്തു. കാരണം ഒന്നാമത് നമ്മൾ ചിന്തിക്കുന്നില്ലല്ലോ, ഈ ലോകത്തായിരിക്കും നമ്മുടെ സൗഖ്യം, നമ്മുടെ സുഖം, നമ്മുടെ സന്തോഷം, കുടുംബകാര്യം, ഇതല്ലേ നമ്മൾ ചിന്തിക്കുന്നത്. പക്ഷെ ദൈവരാജ്യത്തെ കുറിച്ച് ഞാനന്ന് ചിന്തിച്ചിട്ടില്ലായിരുന്നു. അപ്പൊ ഞാൻ ചിന്തിച്ചു, ദൈവമേ, ദൈവരാജ്യത്തെ കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ടില്ലല്ലോ. അപ്പൊ ദൈവരാജ്യത്തെ കുറിച്ച് ചിന്തിക്കുമായിരിക്കും. അവിടെ ഞാൻ പോവില്ലല്ലോ ഇങ്ങനെ ഇരുന്ന. കാരണം അന്ന് ആഡംബരത്തിലൊക്കെ ജീവിക്കുന്ന, ലോകപ്രകാരമായിട്ട് ജീവിക്കുന്ന ഒരു നിലയാ. അപ്പൊ സ്വർഗരാജ്യത്തിൽ പോകണമെങ്കിൽ ഇങ്ങനെ ജീവിച്ചാൽ എനിക്ക് പോകാൻ കഴിയില്ലല്ലോ. ഞാൻ എന്തായാലും മരിച്ചു, എനിക്ക് ജീവൻ കിട്ടില്ല, മരിച്ചു പോകും. ഞാനിങ്ങനെ ഫ്രണ്ടിൽ ഇറങ്ങി നിന്നിട്ട് ഞാൻ മരിച്ചാൽ എന്റെ മക്കൾ എന്താവും എന്നുള്ള ഭയങ്കരമായ ഒരു ചോദ്യം എന്റെ ഉള്ളിൽ. എന്റെ മക്കളുടെ അവസ്ഥ എന്താവും എന്നുള്ളൊരു ചോദ്യമൊക്കെ അങ്ങ് മരണവും ഞാനുമായിട്ട് മല്ലിടുന്ന സമയമാണ്. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഈ വചനം കേട്ടിട്ട് ഞാൻ ഇനി വന്നപ്പോ പിറ്റേന്ന് എന്റെ അമ്മ പോകുന്ന ചർച്ചിൽ ആ പാസ്റ്ററെ വിളിച്ച് എന്റെ വീട്ടിൽ കൊണ്ടുവന്നു. കാരണം അവര് ഈ 7 മാസം എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. സഭ പ്രാർത്ഥനയുടെ വില എന്താണെന്നോ പ്രാർത്ഥിക്കുന്നതിനെ കുറിച്ചുള്ള ഒന്നും എനിക്ക് അറിയില്ല. അപ്പൊ അമ്മ പറഞ്ഞ് 7 മാസം നിനക്ക് വേണ്ടി അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞ് എന്നോട് സംസാരിച്ചു. അങ്ങനെ പാസ്റ്ററെ വിളിച്ചുകൊണ്ടുവന്നു. അപ്പൊ പാസ്റ്റർ ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് ഞാൻ പറഞ്ഞു, പാസ്റ്റർ എനിക്കിപ്പോ അങ്ങനെ പ്രാർത്ഥിക്കാനൊന്നും പറ്റുന്നില്ല, ഒട്ടും പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഇല്ല, നിങ്ങൾക്ക് ഇന്നോട്ട് പ്രാർത്ഥിക്കാൻ കഴിയും. നിങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കണം, കർത്താവേ, നിന്റെ രക്തം കൊണ്ട് എന്നെ കഴുകണമേ, എന്റെ പാപങ്ങളെല്ലാം ക്ഷമിക്കണമേ, ഒരു ദൈവവേദിലാക്കി ജീവിക്കാൻ കൃപ നൽകണമേ. ഈ 3 കാര്യം എന്നോട് പറഞ്ഞു. യേശുവിന്റെ രക്തം കൊണ്ട് വിശുദ്ധീകരിക്കണമേ, എന്റെ പാപങ്ങളെ ക്ഷമിക്കണമേ, ഒരു ദൈവവേദിലായി ജീവിക്കാൻ കൃപ നൽകണമേ എന്ന് ഇത്രയും കാര്യം നിങ്ങൾ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. അതെനിക്ക് എന്തോ എന്റെ ഹൃദയത്തിൽ അങ്ങ് സ്പർശിച്ച്, ഇതിൽ പ്രാർത്ഥിച്ചാൽ എനിക്ക് ഇതിൽ നിന്ന് രക്ഷ കിട്ടുമോ, ഒരു ജീവൻ കിട്ടുമോ. ജീവന് വേണ്ടിയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോഴും ഞാൻ ഇങ്ങനെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി. കർത്താവിന്റെ രക്തം കൊണ്ട് എന്നെ വിശുദ്ധീകരിക്കണമേ, ഒരു ദൈവമായി ജീവിക്കാൻ കൃപ വേണമേ, എന്റെ പാപമെല്ലാം ക്ഷമിക്കണമേ. പാപമെല്ലാം ക്ഷമിക്കണേന്ന് പറഞ്ഞപ്പോ എന്റെ ഹൃദയത്തിനകത്തൂടെ പല പാപങ്ങളും ഇങ്ങനെ ഓടി വന്നു. ഇതെല്ലാം ദൈവം ക്ഷമിക്കണമേ എന്ന് പറഞ്ഞിട്ട് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഒരു ദിവസം 2-3 ദിവസം ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ ഒരു ദിവസം സന്ധ്യ സമയത്ത് എന്റെ ഹസ്ബൻഡ് ട്രാൻസ്പോർട്ട് ജോലിയാണ്. അവിടെ ഓഫീസിൽ പോയിട്ട് വന്നിട്ട് നേരത്തെ സന്ധ്യയ്ക്ക് ഇവിടെ വന്നു ഈ കട്ടിൽ ഇങ്ങനെ കിടക്കുകയാണ്. അപ്പൊ ഞാൻ അപ്പുറത്ത് കിടക്കുകയാണ്. എനിക്ക് സുഖമില്ല. അപ്പോഴേ മനസ്സുകൊണ്ട് പക്ഷേ എപ്പോഴും പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ, നിന്റെ രക്തം കൊണ്ട് വിശുദ്ധീകരിക്കണം, ഒരു ദൈവമായി തീരണം, എനിക്ക് എന്റെ പാപം ക്ഷമിക്കണം. ഇതെല്ലാം അപ്പോഴും മനസ്സോട്ട് ഞാൻ പ്രാർത്ഥിക്കണം. എന്നോട് സംസാരിച്ചുകൊണ്ട് കിടക്കുകയാണ്. ഞാൻ ഇങ്ങനെ കിടന്ന സമയത്ത് ഞാൻ ഒരു ദർശനം കാണുന്നത് പറഞ്ഞാൽ, ഞാൻ കിടന്ന കട്ടിന്റെ കാലിന്റെ അവിടെ ഒരു ചെടിയും ഒരു പൂത്ത് കാഴ്ച കിടക്കുന്ന ഒരു ചെടിയും ചട്ടിയായിട്ട് ഞാൻ ഇങ്ങനെ കാണുകയാണ്. എന്റെ കണ്ണിലങ്ങ് കാണുകയാണ്. പക്ഷെ ഞാൻ ഒന്നുകൂടെ ഉണർന്ന് ഇത് നോക്കാന്ന് പറഞ്ഞ് ഒന്നുകൂടെ വന്ന് ഞാൻ ഉണർന്ന് നോക്കിയപ്പോ ഈ സാധനം കണ്ടില്ല. അപ്പൊ ഞാൻ ഇതൊന്നും എന്റെ ഭർത്താവിനോട് പറഞ്ഞില്ല. കാരണം മൊത്തത്തിലെ രോഗത്തിലും പ്രതികൂലത്തിലും ആയിരിക്കുന്നു. അപ്പൊ ഇതും കൂടെ പറയണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇത് മൗനമാക്കി. പക്ഷെ എന്റെ അപ്പോഴുള്ള അവസ്ഥ എന്ന് പറഞ്ഞാൽ, ഈ ഹൃദയം മുറിഞ്ഞിരുന്ന ഹൃദയം രണ്ടായിട്ട് മുറിഞ്ഞിരുന്ന ഹൃദയത്തിനകത്തൊരു ശക്തി വന്നങ്ങ് നിറഞ്ഞു. ഭയങ്കരമായിട്ടൊരു ശക്തി എനിക്ക് വന്ന് നിറഞ്ഞിട്ട് ഈ സ്തുതിയും സ്തോത്രം, ഞാൻ ഒരു ക്രിസ്ത്യാൻ കുടുംബത്തിലുള്ളതാണ്. പക്ഷെ എന്നിട്ട് പോലും ഞാൻ ഇങ്ങനെ ഒരു സ്തുതി എന്റെ ഹൃദയത്തിൽ വന്നിട്ടില്ല. ഭയങ്കരമായ സ്തുതി എന്റെ ഹൃദയത്തിൽ നിന്ന് ചൊരിഞ്ഞങ്ങ് ഇറങ്ങും പോലെ എന്റെ ഒരു അനുഭവം വന്നു. ആ ഹൃദയത്തിനകത്തുള്ള വേദന അങ്ങ് മാറി. ഹൃദയം എന്ന് വെച്ചാൽ എന്തോ ശക്തി വന്ന് നിറഞ്ഞു, ഒരു ഫില്ലായതുപോലെ, ഒരു പുതിയ ഹൃദയം എനിക്ക് വച്ചു തന്നതുപോലെ ഉള്ള ഒരവസ്ഥയിൽ ഞാൻ എത്തി. അന്ന് വരെ എന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും
അന്നത്തെ സീരിയലും സിനിമയും എല്ലാം കണ്ട് അങ്ങനെ TV ഒക്കെ കണ്ടിരിക്കുന്ന ആളാണ്. പക്ഷെ ഈ ഒരു ദർശനം കണ്ടതോടുകൂടെ ഞാൻ ചിന്തിച്ചു, ഇതൊന്നും അല്ല, ഇതൊന്നും ലോകത്തുള്ളതല്ല, മായയുള്ളതല്ല നമ്മൾ കാണുന്നത്. പക്ഷെ അല്ലാത്ത കാര്യങ്ങളൊക്കെ ഒരുപാട് ഉണ്ട്, ദൈവമായി ബന്ധ കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഇതെല്ലാം ഉപേക്ഷിച്ചു. അന്ന് സീരിയൽ കാണാനോ അതെല്ലാം നിന്നു. ഞാൻ എപ്പോഴും എനിക്ക് ഹൃദയം എന്ന് പറഞ്ഞ് ഈ സ്തോത്രം സ്തുതി. അപ്പോൾ ഞാൻ ഒരു ദിവസം ചിന്തിച്ചു, ഇങ്ങനെ ഒരു അനുഭവം ഇല്ലെങ്കിൽ, ഇങ്ങനെ ഒരു ദൈവം ഇല്ലെങ്കിൽ ഈ ഒരു അനുഭവം എനിക്ക് ഉണ്ടാവില്ല. ജീവിക്കുന്ന ഒരു ദൈവം ഇല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ ഒരു അനുഭവം ഒരിക്കലും വരില്ല. അതുകൊണ്ട് ഒരു ദൈവമുണ്ട്, എനിക്ക് ആ ദൈവത്തെ അറിയണം, ആ ദൈവം ആരാണെന്ന് എനിക്ക് മനസ്സിലാക്കണം. അങ്ങനെ ദൈവം എന്നോട് ഇടപെടുകയാണെങ്കിൽ ആ ദൈവത്തെക്കുറിച്ച് ഞാൻ സംസാരിക്കും. ആ ദൈവം എന്നോട് എന്ത് സംസാരിക്കുമോ ഞാൻ അത് വിളിച്ച് പറയും. ഇതാണ് എൻ്റെ ഒരു തീരുമാനമായിരുന്നത്. അതുകൊണ്ട് എനിക്ക് ആ ദൈവത്തെ അറിയണം. കാരണം ഞങ്ങൾ അന്ന് കത്തോലിക്കക്കാരാണ്. കത്തോലിക്കക്കാരൻ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വെട്ടുകാട് പള്ളിയിൽ പോയി എല്ലാ മാസം ആദ്യത്തെ വെള്ളിയാഴ്ച പോയി മെഴുകുതിരി കത്തിക്കുകയും അവിടെ ഇരുന്നിട്ടൊക്കെ വെറുതെ വരുന്നത്, പിന്നെ ഇതുപോലെ അവിടെ ആൾട്ടറിൽ കയറി സുവിശേഷം വായിക്കും, ഇങ്ങനെയൊക്കെ ചെയ്യുന്നതാണ്. പക്ഷെ ദൈവവചനം ഞാൻ ഇതിങ്ങനെ അനുഭവം വന്നപ്പോൾ എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല, ആരെ വിശ്വസിക്കണമെന്ന് ശരിക്കും അറിയില്ല. ഞാൻ അങ്ങനെ ചിന്തിച്ച്, ദൈവമേ ഞാൻ ആരെ വിശ്വസിക്കണം, ഇനി ഇങ്ങനെയൊക്കെ പൊയ്ക്കൊണ്ടിരുന്നാണ് ആരെ വിശ്വസിക്കണം. അങ്ങനെ ഒരു ദിവസം രാത്രി ഞങ്ങൾ എല്ലാവരും കിടന്ന് ഉറങ്ങുന്ന സമയത്ത് രാത്രിയായപ്പോൾ ഭയങ്കര ഇടിയോടുകൂടെ ശബ്ദത്തും എന്ന് വെച്ചാൽ പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ ഭയങ്കര ഒരു 10 ഇടി ഒന്നിച്ച് ഇടിച്ച് ഈ വീട്ടിൽ വീഴുന്ന എങ്ങനെ ഇരിക്കും അത്രത്തോളം ശബ്ദത്തോടെ ആകാശ മണ്ഡലത്തിൽ നിന്ന് ഉയരങ്ങളിൽ നിന്നാണ് ഈ ശബ്ദം ഇറങ്ങി വരുന്നത്. ഇടിയോടുകൂടെ എന്നോട് സംസാരിക്കുന്നു, കർത്താവായ യേശു ക്രിസ്തു വിശ്വസിക്കാന്ന് നീ നിന്റെ കുടുംബം രക്ഷ പ്രാപിക്കുന്നു. അപ്പോൾ ഞാൻ കണ്ണു തുറന്ന് എണീറ്റിരുന്നു. അപ്പൊ എന്റെ മക്കളും ഭർത്താവും ഒക്കെ കിടന്ന് ഉറങ്ങി. നോക്കിയപ്പോ കറക്റ്റ് 2 മണിയായി. ആ 2 മണി ക്ലോക്കിൽ കറക്റ്റ് 2 മണിയായി. ഞാൻ ചിന്തിച്ചു, ഇങ്ങനെ ദൈവമേ, ഒരു മനുഷ്യന് ഇങ്ങനെ സംസാരിക്കാൻ പറ്റില്ലല്ലോ. ഈ ശബ്ദത്തിന്റെ മുമ്പിൽ ആരും മുട്ടുമടക്കും, അത്രത്തോളം ഭയങ്കരമായ ശബ്ദമാണ്. അപ്പൊ ഇത് ദൈവമാണല്ലോ എന്നോട് സംസാരിച്ചതെന്ന് പറഞ്ഞിട്ട് ഞാൻ വീണ്ടും കുറെ സമയങ്ങൾ ഈ പെരുവെള്ളത്തിന്റെ ഇരച്ചിലെന്ന് നമ്മളൊക്കെ പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. ഭയങ്കരമായ ശബ്ദത്തോടുകൂടെ ഇരച്ച് മാറിപ്പോകുന്ന ശബ്ദമൊക്കെയാണ് ഞാൻ കേട്ടത്. അപ്പൊ അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ എല്ലാം ഒന്ന് നോർമലായപ്പോ ഞാൻ കുറെ സമയം അങ്ങനെ ഇരുന്നിട്ട് ഞാൻ കിടന്നു. വീണ്ടും ഞാൻ കണ്ണു തുറന്നപ്പോ എന്റെ ഹൃദയത്തിനകത്തുനിന്ന് ഒരാൾ സംസാരിക്കുന്നു, കർത്താവായ യേശു ക്രിസ്തു വിശ്വസിക്കുക എന്നാൽ നീ നിന്റെ കുടുംബം രക്ഷ പ്രാപിക്കും. അപ്പൊ ഞാൻ ചിന്തിച്ചു, ഇന്നലെ രാത്രി എന്നോട് സംസാരിച്ച വാക്കാണല്ലോ, ഇത് വചനമാണല്ലോ എന്ന് പറഞ്ഞ് ഞാനിങ്ങനെ കേട്ട് മനസ്സിലാക്കി. എന്നാൽ അന്ന് മുതൽ ഞാൻ ഒരു തീരുമാനം എടുത്ത ദൈവസേനയിൽ പ്രാർത്ഥിക്കാൻ തീരുമാനിച്ചു. അന്ന് എനിക്കെന്ന് പറഞ്ഞാൽ എനിക്ക് അസുഖം ഉള്ളത് കൊണ്ട് എൻ്റെ അമ്മ രാവിലെ വന്ന് ജോലിയെല്ലാം ചെയ്തിട്ട് പോവും. ദൂരെയാണ്, ഒത്തിരി ദൂരെയാണ്. എന്നാലും അവിടുത്തെ കാര്യങ്ങളെല്ലാം ചെന്ന് വന്നിട്ട് ഇവിടെ വന്നിട്ട് വീണ്ടും പോകും. അങ്ങനെ അമ്മ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടണം എനിക്ക് വേണ്ടി. അപ്പൊ പകല് കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോകും. അപ്പൊ പകല് സമയമുണ്ട്, ഞാൻ പ്രാർത്ഥിക്കാനായിട്ടൊക്കെ തീരുമാനിച്ചു. എന്നിട്ട് അതുപോലെ എന്ന് പ്രാർത്ഥിക്കണം. ദൈവം എന്നോട് ഇങ്ങനെ സംസാരിക്കുകയല്ലേ, ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ഇടപെടില്ല. അപ്പൊ ഞാനിങ്ങനെ കർത്താവായ യേശു ക്രിസ്തു വിശ്വസിക്കാൻ നീ നിന്റെ കുടുംബം രക്ഷ പ്രാപിക്കും എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ബൈബിൾ വായിക്കാൻ തുടങ്ങി. ഇത് ബൈബിളിലെ വചനമാണല്ലോ എന്ന് പറഞ്ഞ് പുതിയ നിയമം വായിക്കാൻ തുടങ്ങി. വായിച്ച് അതിനുള്ള കാര്യങ്ങളെല്ലാം എന്റെ ഹൃദയത്തിനകത്ത് അങ്ങ് ആഴമായി പതിയുന്നു. എന്നോട് തന്നെ ഈ വചനങ്ങളെല്ലാം സംസാരിക്കുന്നത് പോലെ ഇതിന്റെ പൊരുളും എല്ലാം ദൈവം എനിക്ക് മനസ്സിലാക്കി തന്നു, അർത്ഥം മനസ്സിലാക്കി തന്നു. അടുത്ത് ഇനി എന്താണ് സംഭവിക്കാനിരിക്കുന്നത് എന്നുള്ള ആകാംക്ഷയോടെ ഞാൻ വായിക്കാൻ തുടങ്ങി. 2 മാസം കൊണ്ട് ഇത് വായിച്ചു തീർത്തു. അപ്പൊ വായിച്ച് ഇങ്ങനെ മുമ്പോട്ട് പോയുന്ന സമയത്താണ് ദൈവം എന്നോട് ഓരോ ദിവസവും വചനം സംസാരിക്കും. ഞാൻ എന്ന് വെച്ചാൽ ആദ്യമൊക്കെ വചനം സംസാരിച്ചപ്പോ ഞാൻ ഭയന്നു പോയി. കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ കിടന്നിട്ട് എണീക്കുമ്പോൾ എന്നോട് ഒരു വചനം സംസാരിക്കും. അപ്പോൾ ഒരു ദിവസം ഞാനിങ്ങനെ ഇവിടെ നിന്ന് പുറത്ത് ഇങ്ങനെ ഇറങ്ങിയപ്പോ ദൈവം ഇത് ആരെന്നോട് സംസാരിക്കണം ഇങ്ങനെ ഇത്ര ശബ്ദത്തിൽ. കാരണം എന്റെ ചെവിയിൽ ഒരു മനുഷ്യൻ സംസാരിക്കും പോലെ, ശബ്ദിക്കും പോലെ, കൂടെ നടന്ന് സംസാരിക്കും പോലെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഞാൻ ശരിക്കും ഭയന്നു പോയി. ഇത് എന്തുകൊണ്ട്, ഇത് ആരാണ് പരിശുദ്ധാത്മാവിനെ കുറിച്ചൊന്നും എനിക്ക് അപ്പോഴറിയില്ല. ഞാൻ ഇത് ആരാണ് സംസാരിക്കുന്നത് എനിക്ക് പേടിയായി പോയി. അപ്പൊ ഉടനെ ദൈവം എന്നോട് സംസാരിച്ചു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്, ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു, ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും, എന്റെ നീതിയുള്ള വലം കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങുന്നത്. ഞാൻ നടക്കെ എന്നോട് പറഞ്ഞു തരികയാണ്. അപ്പൊ എനിക്ക് മനസ്സിലായി ദൈവമാണ്, ദൈവം കൂടെ ഉണ്ട് എന്ന് വെച്ചാൽ എനിക്ക് ആയിട്ട് ഒന്നും ചെയ്യാനുള്ള ശക്തിയോ കഴിവോ എനിക്കില്ലെന്ന്. കാരണം ആരോടും എതിർത്ത് പറയുന്ന സ്വഭാവമോ, ആരോടും വഴക്കിന് പോവുകയോ, ആരോടും എന്തെന്ന് ചോദിച്ചാൽ മറുപടി ഞാൻ പറയില്ല, അങ്ങനെയുള്ള ദേഷ്യപ്പെട്ട് ചോദിച്ചാൽ മറുപടി പറയില്ല, അങ്ങനെ ഒരു സ്വഭാവം എനിക്ക്, അങ്ങനെയുള്ള ശക്തിയില്ല. ദൈവം പറഞ്ഞു ഞാൻ നിന്നെ ശക്തീകരിക്കും,
ഞാൻ നിന്നെ സഹായിക്കും, എന്റെ നീതിയുള്ള വലം കൈ കൊണ്ട് ഞാൻ പിന്നെ വന്നത് എവിടെ നിന്ന് വന്ന ധൈര്യമാണെന്ന് എനിക്ക് അറിയില്ല. ദൈവത്തിലുള്ള ഒരു ബലം എന്റെ മേലങ്ങ് ഇറങ്ങി. എല്ലാത്തിനും ഒരു ധൈര്യം, നേരിടാനുള്ള ഒരു, എന്ത് മുമ്പിൽ വന്നാലും നേരിടാനുള്ള ഒരു ശക്തിയെല്ലാം ദൈവം എനിക്ക് തന്നു. ഇങ്ങനെ പിന്നെ അനുദിനം പ്രാർത്ഥിക്കാൻ തുടങ്ങി ഓരോ ദിവസവും. കാരണം ഞാൻ കിടക്കുമ്പോൾ ദൈവം എനിക്ക് ഒരു വചനം പറഞ്ഞു തരും. ആ വചനം പിറ്റേന്ന് രാവിലെ എടുത്ത് എങ്ങനെയൊക്കെ കണ്ടുപിടിക്കാൻ ശ്രമിക്കും. ബൈബിളിൽ അറിയില്ല. ഒരു ദിവസം അതുപോലെ ഇങ്ങനെ ദൈവം എന്നോട് സംസാരിച്ചോണ്ടപ്പോ ഞാൻ എന്റെ ഹസ്ബൻഡിനോട് രാത്രി പറഞ്ഞു, അയ്യോ എനിക്ക് ഇനിയിപ്പോ ആരെയുണ്ടോ എനിക്ക് സ്നേഹമില്ല, എന്റെ ഭർത്താവിനോട് സ്നേഹമില്ല, എന്റെ മക്കളോട് സ്നേഹമില്ല. ദൈവം എന്നോട് ഇങ്ങനെ സംസാരിച്ചോണ്ട് ദൈവത്തെ മാത്രമേ ഞാൻ കാണുന്നുള്ളൂ, ഇപ്പോൾ ദൈവത്തെ മാത്രമേ ഞാൻ സ്നേഹിക്കുകയുള്ളൂ എന്ന് പറഞ്ഞിട്ട് തന്നെ എന്ന് പറഞ്ഞിട്ട് അങ്ങ് കിടന്നു. ഞങ്ങളും കിടന്നുറങ്ങി. പക്ഷെ രാവിലെ എണീറ്റപ്പോ എന്നോട് ദൈവം പറഞ്ഞു, നീ ദൂതന്മാരുടെ ഭാഷയിൽ സംസാരിച്ചാലും മനുഷ്യരുടെ ഭാഷയിൽ സംസാരിച്ചാലും സ്നേഹമില്ലെങ്കിൽ മുഴങ്ങുന്ന ചെമ്പോ ചിലമ്പുന്ന കൈത്താണമോ അത്രേ. ഇതില് എനിക്ക് അവസാനത്തെ ഭാഗം മാത്രമേ നല്ല ഓർമ്മയുള്ളൂ. മുഴങ്ങുന്ന ചെമ്പോ ചിലമ്പുന്ന കൈത്താളം അത്രേ. പക്ഷെ ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ട്, കല്യാണ വീടുകളിലൊക്കെ വായിക്കുന്നതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. ഈ ബൈബിളിൽ എവിടെയാണെന്നുള്ള ഒരു ലക്ഷ്യവും എനിക്കില്ല. എങ്ങനെ നോക്കിയിട്ടും എനിക്ക് കാണാൻ കഴിയില്ല. ഞാനിങ്ങനെ ചിന്തിച്ചു, ദൈവം ഈ ബാക്കി എങ്ങനെ. അപ്പൊ എനിക്കൊരു സ്ഥലം വരെ പോകണമായിരുന്നു, അവിടെ ഹോസ്പിറ്റലിൽ ഒരു ടെസ്റ്റിന് പോകണമായിരുന്നു. അപ്പൊ അതിന്റെ റിസൾട്ട് കിട്ടുന്നതുവരെ ഞാൻ അവിടെ ഇരുന്നപ്പോ ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ, ദൈവം ഈ വചനം ഇവിടെ കിടക്കണം, എന്നോട് പറഞ്ഞതാണല്ലോ, എനിക്ക് കാണാൻ പറ്റുന്നില്ലല്ലോ. തിരിച്ചെന്റെ ഭവനത്തിൽ വന്നപ്പോ 15 വർഷത്തിന് മുമ്പ് എന്റെ കല്യാണത്തിന് കണ്ട എന്റെ അപ്പൂപ്പൻ, എന്റെ അമ്മയുടെ അമ്മയുടെ സഹോദരൻ, എന്റെ ഭവനത്തിന്റെ ഫ്രണ്ടില് ഇറയത്ത് ബൈബിൾ വെച്ചുകൊണ്ടിരിക്കുക. ഞാൻ അപ്പൊ പോയിട്ട് വന്നപ്പോ, അപ്പൊ ഞാൻ അത് ശരി 15 വർഷത്തിന് ഞാൻ കണ്ടില്ല, കല്യാണത്തിന് കണ്ടിട്ടുള്ളതാ. അപ്പൊ എന്ത് വന്നേന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, മക്കളെ നിനക്ക് അസുഖം മാറിയത് ഞാൻ അറിഞ്ഞല്ല. പിന്നെ ഞാൻ ഇന്നലെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോ നിന്റെ മുഖം എടുത്ത് കാണിച്ചിട്ട് നിന്റെ അടുത്ത് വരാൻ എന്റെ ദൈവം എന്നോട് പറഞ്ഞെന്ന് പറഞ്ഞു. അങ്ങനെ വന്ന് ഇരുന്ന് ഞാൻ പറഞ്ഞു, അപ്പച്ച എനിക്ക് ഇതുപോലെ ഒരു വചനം ഇങ്ങനെ തന്ന് എനിക്ക് എവിടെയാണെന്ന് അറിഞ്ഞു. ഉടനെ ബൈബിള് തുറന്ന് ഈ വചനത്തെ എനിക്ക് കാണിച്ചു തന്നു. മക്കളെ, എന്തെങ്കിലും സ്നേഹക്കുറവ് ഭവനത്തിനകത്തുണ്ടെങ്കിൽ അതെല്ലാം മാറ്റിക്കളയണം. അതുകൊണ്ട് അതില്ലെങ്കിൽ അതെല്ലാം ചിലമ്പുന്ന കൈത്താളം മാറിപ്പോകും എന്നല്ല കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി. ദൈവം തന്ന അനുഭവവും എന്റെ ദർശനവും എല്ലാം പറഞ്ഞ്, ആ ദർശനം പറഞ്ഞപ്പോ അതെനിക്ക് മനസ്സിലാക്കി തന്നെന്ന് പറഞ്ഞാൽ, നീ കണ്ട ദർശനം എന്ന് പറഞ്ഞാൽ നീ അനേകർക്ക് അനുഗ്രഹമായി തീരും, അനേകർക്ക് വേണ്ടി നിന്നെ ദൈവം ഉപയോഗിക്കും എന്നൊക്കെ പറഞ്ഞ് എന്നെ സമാധാനിപ്പിച്ചിട്ട് പോകേണ്ടതായിരുന്നു. പിന്നെ അന്ന് തൊട്ട് ഇങ്ങനെ ദൈവസന്നിധി പ്രാർത്ഥിക്കും, നല്ല പ്രാർത്ഥിക്കും. ഒരു സമയം പോലും ഞാൻ വേസ്റ്റ് ആക്കാതെ പ്രാർത്ഥിക്കും. കാരണം ദൈവമായിട്ടുള്ള ഒരു ബന്ധത്തിലോട്ട് ഞാൻ അങ്ങ് വന്നു. അതിന്റെ ഇടയ്ക്ക് ചർച്ചിൽ പോകാനുള്ള അവസരം, ഒരു ദിവസം തന്നെ ചർച്ചിൽ പോയപ്പോ അന്നും എന്റെ അസുഖത്തിന് ഭേദം എന്ത് ചെയ്തില്ല, വന്നില്ല. ദൈവം എന്നോട് ഇടപെട്ടു, 2-3 വട്ടമൊക്കെ ഇടപെട്ടു. ഒരു ദിവസം അമ്മ പറഞ്ഞു, നീ ഇത്രയും വർഷം അവര് പ്രാർത്ഥിക്കല്ലേ, 7 മാസം കൊണ്ട് നീ ഒരു ദിവസം വന്നിട്ട് പോന്ന് പറഞ്ഞു. അപ്പൊ എന്റെ ഹസ്ബൻഡും എന്നോട് ചോദിച്ചപ്പോഴും അമ്മ കൂട്ടിക്കൊണ്ടുപോകാൻ പറഞ്ഞു. അങ്ങനെ കൊണ്ടുപോയി ഞങ്ങള് ആരാധന ഇരുന്നപ്പോ തന്നെ പ്രസംഗിച്ചുകൊണ്ടിരുന്ന പാസ് ചോദിച്ചു, സിസ്റ്ററെ പ്രാർത്ഥിക്കിട്ടെന്ന് കേട്ടോ. വന്ന് എന്റെ തലയെ കൈവച്ച് പ്രാർത്ഥിച്ച് അന്ന് എന്റെ രോഗം അങ്ങ് മാറി. ഞാൻ അനുഭവിച്ച ബുദ്ധിമുട്ടുകളെല്ലാം ഏകദേശമൊക്കെ അങ്ങ് തീർന്ന് തിരിച്ച് ഞാൻ ഇങ്ങനെ ബസ് കയറി, അല്ലെങ്കിൽ ഒരു സ്റ്റെപ്പ് എനിക്ക് എടുത്ത് മുമ്പോട്ട് വെച്ച് ആഞ്ഞു വരാനൊന്നും പറ്റിയില്ല. എനിക്ക് ഉടനെ അവിടെ സ്റ്റോപ്പാവും, നിൽക്കും. അങ്ങനെ അതെല്ലാം അങ്ങ് മാറി. അങ്ങനെ അപ്പോൾ ദൈവികമായ ഒരു ബന്ധവും സമാധാനവും ഒക്കെ വന്നപ്പോ ഞാൻ ഒരു സമയം പോലും വേസ്റ്റ് ആക്കാതെ ദൈവസന്നിധി പ്രാർത്ഥിക്കും. എപ്പോഴും ദൈവസന്നിധി പ്രാർത്ഥിക്കും, പകലുള്ള സമയത്തൊക്കെ. കാരണം ഒരു ദിവസം പ്രാർത്ഥിച്ച് രാവിലെ തുടങ്ങിയ പ്രാർത്ഥനയാണ്. കാരണം ഞാൻ ആ രാവിലെ തുടങ്ങിയ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ, പത്രോസ് വെൺമാടത്തിൽ കയറി രാവിലെ പ്രാർത്ഥിക്കാനിരുന്നല്ലോ, അങ്ങനെയുള്ള ഒരു ഉദ്ദേശത്തിലാണ് ഞാൻ രാവിലെ ആ സമയമാകുമ്പോൾ കയറി പ്രാർത്ഥിക്കാനൊക്കെ ഇരിക്കും. അപ്പൊ എന്റെ ഹസ്ബൻഡ് പിന്നെ ചിലപ്പോൾ ഡ്യൂട്ടി രാവിലെ ആയിരിക്കും, അങ്ങ് പോകും. ചിലപ്പോൾ 2 മണിക്ക്, അതനുസരിച്ച് ആളില്ലാത്തനുസരിച്ച് ഞാൻ പ്രാർത്ഥിക്കാനിരിക്കും. സമയം ഒട്ടും കളയില്ല. ഒരു 5 മിനിറ്റ് എനിക്ക് കിട്ടിയാലും ഞാൻ വന്ന് ദൈവസന്നിധി മുട്ടുമടക്കും, പ്രാർത്ഥിക്കാനിരിക്കും. അപ്പൊ പല ദർശനങ്ങളും പല കാഴ്ചപ്പാടും. ഒരു ദിവസം പ്രാർത്ഥിക്കാനിരുന്നപ്പം, ഒരു ദിവസം ചായ ഇട്ടുകൊണ്ടിരുന്നപ്പോ കാണാൻ ഞങ്ങളുടെ വീട്ടിനടുത്ത് ഒരു സഹോദരി ഉണ്ടായിരുന്നു. അവരിങ്ങനെ ചരിഞ്ഞ് ഒടിഞ്ഞാ നടക്കുന്നത്. ഈ ഫ്രണ്ട് ഇവിടെ തള്ളി ഇങ്ങനെ നടക്കും. അങ്ങനെ അസുഖം വന്ന അവര്. അപ്പൊ എന്നോട് പറഞ്ഞ് ഇന്ന ആളെ പോയി വിളിക്കാൻ പറഞ്ഞു. ഞാൻ പോയി ഓടി ചായ എല്ലാം അവിടെ ഓഫ് ചെയ്ത് വെച്ചിട്ട് അപ്പോൾ തന്നെ ഓടി അവരെ പോയി വിളിച്ച്, നമുക്ക് ചർച്ചിൽ പോകുമ്പോൾ ഒരു കൺവെൻഷൻ നടക്കുന്നു പുത്തരി കണ്ടത്, ഇന്ന് വരുന്നില്ല, എനിക്ക് പറ്റില്ല, നാളെ വരാന്ന് പറഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസം എന്നോടൊപ്പം വന്നു. അവര് എന്തോ ഒരു സന്തോഷം വന്ന് പിറ്റേ ആഴ്ച തൊട്ട് എന്റെ അവിടെ ചർച്ചിലങ്ങായി, എന്റെ അവിടെ അങ്ങ് ആലയത്തിലങ്ങ് ഉറച്ചവര്. പക്ഷെ ഒരു ദിവസം ഇങ്ങനെ അവർക്ക് സൗഖ്യം വന്നെന്ന് പറഞ്ഞാൽ, അവര് അന്ന് ചർച്ചിൽ പാടുന്ന, അന്നും ഇപ്പോഴും ഞാൻ ചർച്ചിൽ പാടും. അപ്പൊ അന്ന് പാടുന്ന ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിക്കുമ്പോൾ സൗഖ്യം എന്ന് പറഞ്ഞൊരു പാട്ട്. അപ്പൊ അവര് സ്വപ്നം കണ്ടു കിടക്കുകയാണ്, ഞാനിങ്ങനെ ശക്തമായി ഈ പാട്ട് പാടുന്നതായിട്ട് സ്വപ്നം കണ്ടു കിടക്കുന്നു. അവര് ആ സ്വപ്നം കണ്ടു കിടന്നിട്ട് എണീറ്റ് അവരെ നടന്നതും അവരെ ബോഡി നേരെ അങ്ങായി, വളഞ്ഞു നിന്ന ബോഡി നേരെ അങ്ങായി.
എന്നിട്ട് അവരിങ്ങനെ നിഴലൊക്കെ നോക്കി നോക്കി നടക്കണം, അല്ലെങ്കിൽ ഇങ്ങനെ മറഞ്ഞു പോകണം നിഴൽ. അന്നായപ്പം നേരെ ഭർത്താവിനെല്ലാം വിളിച്ചുണർത്തിയിട്ട്, ചേട്ടാ എന്റെ അസുഖം മാറി, എന്റെ കുറുക്കൊക്കെ നേരെയായി, ഞാൻ നേരെ നടക്കുന്നു. ആ നേരെ നടന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു അത്ഭുത സാക്ഷി ദേശത്ത് അത് അങ്ങനെ സംഭവിച്ച്. അപ്പൊ ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഇല്ലെങ്കിൽ ഓരോ വീട് കാണിച്ചു തരും. ഇങ്ങനെ അവിടെ പോയി സുവിശേഷം പറയാനോ പ്രാർത്ഥിക്കാനോ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ. അപ്പൊ ഒരു ദിവസം ഇങ്ങനെ രാവിലെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രാർത്ഥിച്ച് പ്രാർത്ഥന എന്ന് പറയാൻ നിർത്താതെ പ്രാർത്ഥിച്ച്, ആഹാരം പോലും മറന്ന് ഞാൻ, എന്ന് വെച്ചാൽ എനിക്ക് കുറെ വിഷയം എനിക്ക് പുറത്തു വരണം. ഇതാണ് എന്റെ ലക്ഷ്യം. ദൈവസേന കുറെ വിഷയങ്ങൾ എന്റെ കുടുംബത്തിനകത്തുണ്ട്, അതിലൊന്നെല്ലാം എനിക്ക് പുറത്തു വരണം. അതിനുവേണ്ടി ഞാൻ ആരാധിക്കുന്നതാണ്, പ്രാർത്ഥിക്കുന്നതാണ്. അപ്പൊ ഇങ്ങനെ ഒരു ദിവസം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു ദിവസം ദൈവം പറഞ്ഞു, ഞാൻ എന്റെ ഭർത്താവിന്റെ മദ്യപാനം ഉണ്ടല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു, ദൈവമേ എന്റെ ഭവനത്തിൽ നിന്ന്, ഞാൻ ഒരു കൺവെൻഷന് പോയിട്ടപ്പം മദ്യപിച്ച് നിൽക്കുകയാണ് വീട്ടിൽ വന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു, കർത്താവേ ഇനി ഇതുമായിട്ട് എനിക്ക് യോജിപ്പ്. ഇതുവരെ എനിക്ക് അത് കുറവായിട്ടോ പാവമായിട്ടോ തോന്നിയില്ല, കാരണം അതിനെക്കുറിച്ച് അത്ര ബോധമില്ലായിരുന്നു. ഇപ്പോഴെനിക്ക് ഞാൻ ദൈവമായ ബന്ധം വന്നപ്പോൾ ദൈവത്തോട് പറഞ്ഞു, ദൈവമേ എന്റെ ഭവനത്തിൽ നിന്ന് ഇത് മാറ്റി തരണമേ എന്ന് പറഞ്ഞു. പ്രാർത്ഥിച്ച് മുട്ടുകുത്തി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോ ദൈവം എന്നോട് സംസാരിക്കുന്നു, മദ്യപാനം മാറ്റിയിരിക്കുന്നു എന്ന് പറഞ്ഞു. എനിക്ക് വിശ്വസിക്കാൻ കഴിയില്ല. 15 വർഷം കൊണ്ടുള്ള മദ്യപാനം ഒരു നിമിഷം കൊണ്ട് ദൈവം മാറ്റി എന്ന് പറഞ്ഞാൽ എനിക്ക് അത്രത്തോളം വിശ്വസിക്കാൻ പറ്റിയില്ല. ഞാൻ വീണ്ടും ഞാൻ ദിവസം പ്രാർത്ഥിച്ചു, കർത്താവേ ഇതെന്ന് മാറ്റി തരണം. അപ്പോഴും എനിക്ക് ദർശനം തന്ന ദൈവം ഭവനത്തിനകത്തിരുന്ന മദ്യ കുപ്പികളെല്ലാം ഞാൻ അടിച്ചടിച്ച് ഒടിച്ച് കളയുന്ന ഒരു കാഴ്ച കണ്ടു. എന്നിട്ട് എന്റെ ഭർത്താവിന്റെ വലതു ഭാഗത്ത് ഒരു ദൈവദൂതനെ വിടണം ഞാൻ കണ്ടു. അപ്പോൾ എന്റെ മനസ്സിൽ ഉറപ്പായി. അപ്പൊ ഞാൻ പറഞ്ഞു, എന്ത് ദൈവം എന്നോട് പറയോ ഞാൻ എന്റെ ഭർത്താവിനോട് അതാത് ദിവസം പറയും. ദൈവം എന്നോട് ഇന്ന് ഇങ്ങനെയാണ് സംസാരിച്ചതെന്ന് പറയും. ഞാൻ പറഞ്ഞു, കുടിക്കരുത്, ഇനി മദ്യം തുടരുത്, ദൈവം ദോഷം ചെയ്യും, ദൈവത്തിന്റെ ദൂതനെ വിടുന്നത് ഞാൻ കണ്ടതാണ്, ഇനി അത് കുടിക്കരുതെന്ന് പറഞ്ഞു. എന്റെ പൈസക്കില്ലേ കുടിക്കണം, നിനക്ക് കുഴപ്പമില്ലല്ലോ എന്ന് പറഞ്ഞു. നിന്നെ ഞാൻ ഉപദ്രവിക്കുന്ന ഇല്ലല്ലോ എന്ന് പറഞ്ഞിട്ട്, ഇന്നാവട്ടെ എന്ന് പറയും. ഇന്നാവട്ടെ എന്ന് പറയുന്ന ആൾ പോയിട്ട് ആ ജംഗ്ഷനിലെത്തില്ല, അതിനുമ്പേ തിരിച്ചിഞ്ഞു വരും. അപ്പൊ ഇത് സ്ഥിരം ഇതാണ്, ഇങ്ങനെ പറയും പോകും തിരിച്ചു വരും. വയറിനൊരു വയറുവേദന വെച്ചു കൊടുത്തു. പോണ ദിവസം ഒരു വയറുവേദന, പക്ഷെ തിരിച്ചു വരുമ്പോ പിന്നെ ഈ വയറുവേദന ഇല്ല. അപ്പൊ ഞാൻ പിന്നെ പറഞ്ഞു, തീരുമാനം എടുക്കാൻ പറഞ്ഞു. ദൈവസന്നി തീരുമാനം എടുത്ത് കാണണം. കർത്താവിന്റെ കൃപയാൽ ഇന്ന് 27 വർഷമായി, ഇന്നുവരെയും ആ ഭാഗത്തോട്ടില്ല. ഇങ്ങനെ ഓരോ വിഷയങ്ങൾക്കും ദൈവം എനിക്ക് മറുപടി തന്നു കുടുംബത്തിൽ. അങ്ങനെ ഒരു ദിവസം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പൊ ഞാനിപ്പൊ ഇരിക്കുന്ന റൂമിനകത്താണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. അപ്പൊ രാവിലെ പ്രാർത്ഥിച്ച്, ആരുമില്ലാത്തതുകൊണ്ട് ദൈവവും ഞാനുമായിട്ട് ഭയങ്കരമായ ഒരു ബന്ധത്തിൽ പ്രാർത്ഥിച്ച്, ഒരു ചെറിയ പായ ഇവിടെ ഇട്ടിരുന്നു, അതിനപ്പുറത്തിരുന്നാണ് ഞാൻ പ്രാർത്ഥിക്കുക. പിന്നെ എണീറ്റ് നടന്ന് ഈ റൂമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ദൈവസേനയെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രാർത്ഥിച്ച് ഒരുപാട് അന്ന് ഞാൻ എന്നോട് തന്നെ ഞാൻ പ്രവചിച്ച ദിവസമാണ്. എന്നോട് തന്നെ ഞാൻ പ്രവചിച്ചു. അങ്ങനെ ഒരു ദിവസം അങ്ങനെ പ്രാർത്ഥിച്ചിരുന്നപ്പോ കാണാം, കുറെ സമയം കഴിഞ്ഞപ്പോൾ ഞാൻ അടുത്ത കാല് വെക്കുന്നത് എന്റെ പാദം മുങ്ങുന്ന വെള്ളത്തിനകത്താണ്. എന്റെ പാദം മുങ്ങി ഈ വെള്ളത്തില്. അപ്പോൾ ഞാൻ പെട്ടെന്ന് കണ്ണു തുറന്നിട്ട്, ഇത് ഇവിടെ ഈ വെള്ളം വന്നത്, കാരണം കഴിഞ്ഞിട്ട് കുറച്ച് മാറിയാണ് ഈ വെള്ളം കിടക്കുന്നത്. ഇത്രയും മണിക്കൂർ ഞാൻ ഇതിനകത്ത് നിന്ന ഒരു തുള്ളി വെള്ളം പോലും ഇല്ലാത്തത് ഇങ്ങനെ ഈ വെള്ളം വന്നു എന്ന് ചിന്തിച്ചുകൊണ്ട് ഞാൻ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് എന്റെ ഹസ്ബൻഡിന്റെ ബൈക്കിന്റെ സൗണ്ട് കേൾക്കുന്നത്. കാരണം അന്ന് കാണെ പ്രാർത്ഥിക്കാനായിട്ട് പറ്റിയില്ല. വീട്ടിലുള്ള ദിവസം ബാത്റൂമിനകത്ത് കയറി പൈപ്പ് തുറന്നിട്ട് അതിനകത്ത് നിന്നാണ് പ്രാർത്ഥിക്കുന്നത്. വീട്ടിലുള്ള ദിവസം സ്വാതന്ത്ര്യത്തോടെ എനിക്ക് പ്രാർത്ഥിക്കാൻ കഴിയും. ഞാൻ പെട്ടെന്ന് ഓടിച്ചെന്ന് അടുക്കളയിൽ ഒരു വലിയ സ്പോഞ്ച് ഇടാം, അതിനെ എടുത്ത് പിഴിഞ്ഞ് ഒരു പാത്രത്തിലാക്കി വെള്ളം വെച്ചിട്ട് ഡോറ് കുറ്റി എടുത്തിട്ട് അകത്ത് വന്ന് ഈ റൂമിൽ ഇങ്ങനെ എന്റെ ഹസ്ബൻഡ് ഇങ്ങനെ ജോലിക്ക് പോകണം, എന്നിട്ട് ഒന്ന് വിശ്രമിക്കാൻ കിടക്കണമെങ്കിൽ എന്റെ ഹൃദയത്തിനകത്ത് ഈ ചിന്ത തന്നെ, ഈ വെള്ളം എവിടെന്ന് വന്നു, ഇതിനകത്ത് ഇത്രയും വെള്ളം എവിടെന്ന് വന്നു, ഇതെല്ലാം എന്റെ ചിന്ത ഇങ്ങനെ നിൽക്കുക. അപ്പോഴാണ് ദൈവം ഉടനെ എന്നോട് സംസാരിച്ചു. ആകാശം ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു, ആകാശവിധാനം അവന്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു. ഇങ്ങനെ ഒരു വചനം എനിക്ക് തന്നു. അപ്പോഴെനിക്ക് മനസ്സിലായി ഇത് ദൈവത്തിന്റെ കരമാണ്. കാരണം ആരുമില്ല, ഞാനും ദൈവമായിട്ടുള്ള ഒരു ബന്ധത്തിൽ ഇതിനകത്ത് നിന്നതാ. അപ്പോൾ ദൈവത്തിന് എനിക്ക് എന്തെങ്കിലും ചെയ്തു തരണ്ടേ, ഒരു അത്ഭുതം കാണിച്ചു തരണ്ടേ, അതിനുവേണ്ടി ദൈവം എനിക്ക് ചെയ്തതെന്നുള്ള പൂർണ്ണ വിശ്വാസം എനിക്കന്നുണ്ട്. അങ്ങനെയൊക്കെ ഇങ്ങനെയുള്ള ഓരോ അനുഭവങ്ങൾ എന്നിട്ട് ഇങ്ങനെ മുന്നോട്ട് കടന്നു പോകുമ്പോൾ ഒരു ദിവസം രാവിലെ ഉറങ്ങി എണീറ്റപ്പം ദൈവം എന്നോട് സംസാരിച്ച്, നീ സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ച് കർത്താവിന്റെ വേല ചെയ്യണമെന്ന് പറഞ്ഞു. ഈ 3 കാര്യം പറഞ്ഞു. സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ച് കർത്താവിന്റെ വേല ചെയ്യണം. അപ്പൊ ഞാൻ സ്നാനത്തെ കുറിച്ച് ചിന്തിച്ചു. കാരണം സ്നാനത്തെ കുറിച്ച് എന്നോട് ദൈവദാസൻ ആരും ഒന്നും പറഞ്ഞില്ല. സ്നാനപ്പെടണമെന്നോ ആവരണം മാറ്റണമെന്നോ ഒന്നും എന്നോട് സംസാരിച്ചിട്ടില്ല.
അപ്പൊ സ്നാനം ശരിയാണെന്നുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ബൈബിൾ വായിച്ച് തീർന്നപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് സ്നാനം ശരിയാണ്. വിശ്വസിച്ചവർ സ്നാനമേറ്റു. അപ്പൊ അന്ന് ഞാൻ എന്റെ വിവാഹത്തിന് കത്തോലിക്ക ചർച്ചിനോട് ചേരാൻ വേണ്ടി, എന്റെ ഭർത്താവിനോട് ചേരാൻ വേണ്ടി ഒരു സ്നാനം ഏറ്റതാ. അപ്പൊ ഞാൻ ചിന്തിച്ചു, ഇത് ആ സ്നാനമല്ല, അത് എന്റെ ഭർത്താവിനോട് ചേരാം, എന്റെ കർത്താവിനോട് ചേരാൻ ഒരു സ്നാനം ആവശ്യമാണ്. വിശ്വസിച്ചവരെല്ലാവരും സ്നാനപ്പെട്ടു തിരുവചനത്തിൽ പറയണമെങ്കിൽ എനിക്കും ആ സ്നാനം ആവശ്യമാണെന്നുള്ളൊരു ബോധം എന്റെ ഉള്ളിൽ തന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ദൈവം എന്നോട് സംസാരിക്കുന്നത്, നീ സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ചു എന്റെ വേല ചെയ്യാൻ പറഞ്ഞു. അപ്പൊ ഞാൻ അന്ന് രാവിലെ എണീറ്റ ഉടനെ കിടന്ന ആളെ വിളിച്ചോണ്ടിട്ട്, ദൈവം ഇന്ന് എന്നോട് ഇങ്ങനെയാണ് സംസാരിച്ചത്, നീ സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ച് കർത്താവിന്റെ വേല ചെയ്യണം. കേട്ട പാട് എണീറ്റ ആൾ അതേപോലെ എന്തോ സംഭവിച്ച പോലെ കിടന്നു. അപ്പൊ 2 ദിവസം കഴിഞ്ഞപ്പോ എന്നോട് ഇങ്ങനെയൊക്കെ സംസാരിച്ചു സ്നാനത്തിന്റെ കാര്യം. അപ്പൊ ഞാൻ പറഞ്ഞു, അപ്പൊ എന്നോട് പറഞ്ഞു, നീ സ്നാനപ്പെട്ടോ, പക്ഷെ ആഭരണമൊന്നും മാറ്റാനായിട്ട് പറ്റൂല, അങ്ങനെ പറഞ്ഞു. ഈ ആഭരണത്തെ കുറിച്ചൊക്കെ എന്ന് പറഞ്ഞാൽ ഞാനിങ്ങനെ ആഭരണം ഇടുന്നവരോട് ഞാൻ വിമർശിക്കുന്നില്ല, അവരിട്ടോട്ട്. പക്ഷെ എന്റെ ഉള്ളിൽ എനിക്ക് ദൈവം ബോധം തന്നെന്ന് പറഞ്ഞാൽ ആഭരണം ആവശ്യമില്ല എനിക്ക്. കാരണം ദൈവത്തിന്റെ കർത്താവ്, വേറെ ഒന്നും ഇതിൽ എനിക്ക് പറയാനില്ലെങ്കിലും കർത്താവ് ക്രൂശിൽ കൂടെ ചിന്തപ്പെട്ട് തന്റെ ദേഹം എന്ന തിരശീലയാണ്, അതിലൂടെ ചിന്തപ്പെട്ട് ഇത്രയും കഷ്ടം അനുഭവിച്ച് പീഡയേറ്റ് എനിക്ക് ഈ രക്ഷയും ഈ ജീവനും ഈ സമാധാനം ഒരു നിത്യതയും എനിക്ക് തന്നിട്ടുണ്ടെങ്കിൽ ഇതൊന്നും ഒരു വലിയ കാര്യമല്ല. പൗലോസ് പറഞ്ഞതുപോലെ ദൈവത്തിന്റെ ശ്രേഷ്ഠതയെ നമുക്ക് ചിന്തിച്ച ഇതെല്ലാം ചപ്പും ചവറെന്ന് ഞാൻ എണ്ണുന്നു എന്ന് പറഞ്ഞതുപോലെ അങ്ങ് എണ്ണാനുള്ള ഒരു മനസ്സാണ് എനിക്കിത് ആവശ്യമില്ല എന്നുള്ള ഒരു തോന്നൽ. പുതിയ നിയമം വായിച്ചപ്പോൾ തന്നെ ഞാൻ ഈ സാധനം കയ്യിൽ നിന്ന് കഴുത്തിൽ നിന്ന് ഊരിയെടുത്തതാണ്, പുതിയ നിയമം വായിച്ചു തീർന്നപ്പോൾ തന്നെ. അപ്പൊ ഇതൊന്നും ഇട്ട് നടക്കേണ്ട ആവശ്യമില്ല. കാരണം ഇതൊക്കെ ഇട്ടിട്ട് നമുക്ക് എന്താണ് നേട്ടം വന്നത്? എന്തെങ്കിലും ഒരു സമാധാനം ജീവിതത്തിൽ തന്നിട്ടുണ്ടോ? അതൊന്നും ഇല്ലല്ലോ എന്നൊരു ബോധം എന്റെ ഉള്ളിൽ വന്നു. അപ്പൊ അതുകൊണ്ട് സ്നാനത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞ സ്നാനം എടുക്കുന്ന പറഞ്ഞാൽ ആഭരണം മാറ്റിയ സ്നാനം എടുക്കാൻ പറ്റും, അല്ലാത്തൊരു സ്നാനത്തെ പറ്റി ഒന്നും പറയുന്നില്ല. നീ ആഭരണം മാറ്റാൻ പാടില്ല, സ്നാനപ്പെട്ടോ എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ സ്നാന തീയതിയൊക്കെ നിശ്ചയിച്ചു. എനിക്ക് സ്നാനപ്പെടാൻ സാരിയും വാങ്ങി തന്നു. പിന്നെ അന്ന് ഞാൻ ഓർഗൻ വായിക്കുന്നു ചർച്ചിൽ. അപ്പൊ ഒരു ചെറുതാണ് ഇരുന്നത്, ഒരു വലിയ ഓർഗണും ഒക്കെ വാങ്ങി ചർച്ചിൽ എനിക്ക് കൊണ്ടുവച്ച് തന്നു. അപ്പൊ ഇങ്ങനെ സന്തോഷത്തോടെയാണ് പോയത്. ചർച്ചിൽ കൊണ്ട് സാധനം വെച്ച് തന്നിട്ട് ഈ സാരി വാങ്ങി തന്നു. പക്ഷെ സ്നാനപ്പെടാൻ ദിവസമായപ്പോ ഭയങ്കര ബുദ്ധിമുട്ടായി. 2 ദിവസത്തിന് മുമ്പേ ഞാനിങ്ങനെ എന്റെ കമ്മലൊക്കെ ഒന്ന് മാറ്റി ഒന്ന് നോക്കി, റോഡിൽ വെച്ച് എന്നെ കണ്ട് കൂട്ടുകാരന്മാരൊക്കെ നിൽക്കുന്നിടെ വെച്ച് കണ്ടപ്പോ ക്ഷയമായി പോയെന്ന് തോന്നുന്നു. വീട്ടിൽ വന്ന് പ്രശ്നമായി ഒറ്റപ്പെട്ടതുപോലെയൊക്കെ ഇരുന്നു. എന്നെ സംസാരിക്കുക അങ്ങനെയൊന്നുമില്ല. ഞാൻ ദൈവസന്നിധിയില് ഈ കട്ടിന്റെ പുറത്തിരുന്ന് ദൈവത്തോട് പറഞ്ഞു, ദൈവമേ നീയാണ് എന്നോട് പറഞ്ഞത് സ്നാനപ്പെട്ട അഭിഷേകം പ്രാപിച്ച് കർത്താവിന്റെ വേല ചെയ്യണമെന്ന്. ഞാൻ അതിനുവേണ്ടി ഒരുങ്ങിയപ്പോൾ എന്റെ ഭവനത്തിനകത്ത് ഈ പ്രശ്നങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്, ഞാൻ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല, എന്റെ കർത്താവ് ഒരു വഴി തരണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച ഉടനെ തന്നെ എന്റെ കണ്ണുമുമ്പിൽ ഒരു വലിയ വെള്ള സാരി വന്ന് ഇങ്ങനെ വീഴുന്ന കണ്ടു. അത് കഴിഞ്ഞിട്ട് കാണുന്നതെന്ന് പറഞ്ഞാൽ ഒരു വെള്ള ഷർട്ടിന്റെ തുണി എന്റെ മുമ്പേ വന്ന് വീണിട്ട് പറഞ്ഞു, നിന്റെ ഭർത്താവിന് ഈ ഷർട്ട് തെച്ചു വയ്ക്കാൻ പറഞ്ഞു. അപ്പൊ എനിക്ക് ധൈര്യമായി, എന്ത് പ്രശ്നം വന്നാലും ശരിയാണ്, എന്റെ ഭർത്താവ് സ്നാനപ്പെടും, ഉടനെ സ്നാനപ്പെടുമെന്നാണ് എന്റെ മനസ്സിനകത്ത്. ഉടനെ എന്റെ ഭർത്താവ് സ്നാനപ്പെടും. അപ്പൊ ഞാൻ പിറ്റേന്ന് ചെന്ന് ഒരു വെള്ള ഷർട്ട് വാങ്ങി തയ്ച്ച് വെപ്പിച്ചിട്ടാണ് സ്നാനത്തിനും ഇറങ്ങിയത്. അപ്പൊ സ്നാനത്തിന് ഇറങ്ങിയപ്പോ എന്റെ ആഭരണങ്ങളെല്ലാം ഞാൻ അന്ന് ഊരി, അന്ന് തന്നെ ഏട്ടുപോന്റെ സാധനം എന്റെ ശരീരത്തുണ്ടായിരുന്നു. ഇതെല്ലാം ഊരി ഇവിടെ മേശപ്പുറത്ത് വച്ച് അപ്പോ ഈ സുഖമായ സഹോദരിയും കൂടെ ഫ്രണ്ടിൽ വന്നിരിക്കുകയാണ്. സ്നാനത്തിന് അവന് സ്നാനപ്പെടുകയാണ്, അവരും എന്റെ ഇറയത്തിരിക്കുകയാണ് കസേരയിൽ. ഇവിടെ അകത്താണെങ്കിൽ ഭയങ്കര പ്രശ്നം എന്ന് പറഞ്ഞാൽ ആഭരണ ഊരിയതോടുകൂടെ ഭയങ്കര വിഷയം. എന്നെ ഉപദ്രവിച്ച് എല്ലാ മുറിയിലും നോക്കം വലിച്ചിറക്കി, ഇവിടെ നിനക്ക് ഇനി പറ്റൂല, ഇങ്ങനെ നിനക്ക് ഇവിടെ നിൽക്കാൻ കഴിയില്ല, നിന്റെ വീട്ടിൽ പോ, നിന്റെ വീട് തന്നെയല്ല അവിടെ നിന്നോട്ട് വന്നു പോകരുത്, അവിടെ നിന്നോളണം എന്നൊക്കെ പറഞ്ഞ് ഇനി എന്നെ ചെയ്യാനും ഒന്നുമില്ല, പറയാനും ഒന്നുമില്ല. ഓരോ അസഭ്യങ്ങൾ വിളിച്ച് പറഞ്ഞതെന്ന് പറഞ്ഞാൽ ചെറുതൊന്നുമല്ല. ചെയ്യേണ്ടതും പറയേണ്ടതും എല്ലാം പറഞ്ഞു തീർന്നിട്ട് അദ്ദേഹം ചെന്ന് കസേരയിലിരുന്നു. ഇരുന്നപ്പോ എന്റെ മനസ്സിൽ ഈ പെട്ടെന്ന് ഇങ്ങനെ ആ വെള്ള ഷർട്ട് ഇങ്ങനെ വന്ന് വീണ കാഴ്ച എന്റെ മനസ്സിനകത്ത് ഇങ്ങനെ ഓടി വന്നു. അപ്പൊ ഞാൻ എന്തായാലും ദൈവം ഇതിൽ എന്തെങ്കിലും ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് ഇനി നിന്നിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞ് ഞാൻ ആ സഹോദരിയായിട്ട് ഇറങ്ങി അങ്ങ് സ്നാനത്തിന് പോയി. അവിടെ എല്ലാം ഒരുക്കങ്ങളും നടത്തേണ്ട ദേവദാസന്മാരൊക്കെ, ഗസ്റ്റ് പാസ്റ്റർ ഉണ്ട്. അപ്പോഴും ഇവരൊക്കെ സ്നാനത്തിന് ഉപവാസ പ്രാർത്ഥന വെച്ചപ്പോഴേ എന്നോട് പറയും, കൊച്ചെ നീ ഇങ്ങനെ ഇരിക്കണം, നോക്കരുത്. അത് എന്ന് വെച്ചാൽ സ്വാതന്ത്ര്യമുണ്ട് ആ പാസ്റ്റർക്ക്. എന്റെ അമ്മയുടെ സഹോദരനാണ്, SII പെൻഷൻ ആയ ആളാണ്, അതാണ് ഗസ്റ്റ് പാസ്റ്റർ. അപ്പൊ കൊച്ചെ നീ ഇങ്ങനെ ഇരിക്കണം, നോക്കട്ടെ, നിനക്ക് ഭയങ്കര പ്രതികൂലമുണ്ട് വീട്ടിൽ, നിനക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത പ്രതികൂലമാണ് നിന്റെ മുമ്പിലുണ്ട്. എന്നാലും എനിക്ക് എന്തോ ധൈര്യം, അതിനെക്കുറിച്ച് ഞാൻ ചിന്തിക്കുന്നില്ല, അങ്ങ് ധൈര്യം. അപ്പൊ ഞാൻ ഇങ്ങനെ ചർച്ചിൽ പോയി സ്നാനം എല്ലാം കഴിഞ്ഞു.
അവിടെ ഭക്ഷണം എല്ലാം കൊണ്ട് കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോൾ എന്റെ ഹസ്ബൻഡ് ജോലിക്ക് പോയി. അത് ഡ്യൂട്ടി സമയമാണ്, ഞാൻ ഡ്യൂട്ടിക്ക് പോയിരിക്കും. മരണ സമയമായിട്ടും അത് കാണാനില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു, എന്ത് കാണാനില്ലല്ലോ എന്ന് പറഞ്ഞു നോക്കിയപ്പോൾ ഷർട്ടുകൾ ഉണ്ടെന്നൊന്നും കണ്ടില്ല. അപ്പൊ മനസ്സിലായി പിണങ്ങിപ്പോയതാണ് ആള്, പിണങ്ങിപ്പോയതാണെന്ന്. അപ്പൊ ഞാനിങ്ങനെ മനസ്സിനകത്ത് ഭയങ്കരമായ ഒരു ഒരു ഭയങ്കര ക്ഷീണവും ഒരു 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 മനസ്സിനകത്തൊരു വിങ്ങലും വേദനയും എല്ലാം കൂടെ വന്ന് ഞാനിങ്ങനെ അല്പം ഒന്ന് കിടക്കാന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് സമയം ഇരുന്ന് പ്രാർത്ഥിച്ചിട്ട് കിടന്നതും എന്റെ മുമ്പേ ഞാൻ കാണുന്നത് വലിയൊരു മഹാസർപ്പം വന്ന് നിൽക്കുക. ഭയങ്കരമായ ഒരു സർപ്പം വന്ന് നിന്നിട്ട് എന്നോട് പറയണു, ഓ ഇതോ ഒരെണ്ണം ഇതാ കിടക്കും എന്ന് വെച്ചാൽ ഒന്നത്തിൽ എന്ന് പറഞ്ഞുള്ള ഒരു പരിഹാസത്തിൽ എന്നോട് സംസാരിച്ചു. അപ്പോൾ ദൈവം എന്നോട് പറഞ്ഞ് ഇത് പഴയ പാമ്പാണെന്ന് പറഞ്ഞു. പഴയ പാമ്പാണെന്ന് പറഞ്ഞു. ഞാൻ ഉടനെ എണീറ്റ് ദൈവവചനമൊക്കെ വായിച്ച് പ്രാർത്ഥിച്ച് അഭിഷേകത്തിൽ ആരാധിച്ച് അങ്ങനെ ശക്തിയോടെ ആരാധിച്ച് അങ്ങനെ ഇവിടെ ഇതിനകത്ത് തന്നെ പ്രാർത്ഥിപ്പാടെ കുറച്ച് സമയം 11 മണിയായപ്പോ എന്റെ ഹസ്ബൻഡ് വന്ന് ബെഡൊക്കെ ഇട്ട് മാറ്റി അങ്ങനെ പണക്കത്തിലൊക്കെ ആയിരുന്നു. അപ്പൊ ഞാൻ കാണുന്നതെന്ന് പറയാൻ എന്റെ ഹസ്ബൻഡിന്റെ തലയുടെ അവിടെ ഒരു ദൈവദൂതനെ ദൈവം നിർത്തിയിരിക്കുന്ന ഒരു കാഴ്ച ഞാൻ കണ്ടു. അപ്പൊ ഇങ്ങനെ 12 ദിവസം ഇതേ പ്രശ്നം ഇങ്ങനെ എന്റെ വീട്ടിലുണ്ടായിരുന്നു. 11ാമത്തെ ദിവസം ശരിക്കും എന്നെ ഇടിയൊക്കെ ശരിക്കും എന്നെ തന്നു. ഇത് ഇടണം, ഇട്ടേ പറ്റൂ എന്നുള്ള ഭയങ്കര. പിന്നെ ഇതിന്റെ ഇടയിൽ എന്റെ ഭാഗം നടത്ത് മാമനെ പോയി കണ്ടു, എന്റെ പാസ്റ്റർ മാമൻ പോയി കണ്ടു. പാസ്റ്റർ വിളിച്ചു പറഞ്ഞു, സിസ്റ്റർ ഇതൊരു പ്രശ്നമാവും, ദേശത്ത് നാണാക്കേണ്ട വിഷയമാവും, ദേശത്തൊരു സംസാര വിഷയമാവും. അവിടെ എന്ന് വെച്ചാൽ ഇവരൊക്കെ സാമാന്യമൊക്കെ ഉള്ളവരൊക്കെയാണ്. അപ്പൊ അതൊരു വിഷയമാവും, നിങ്ങൾ തൽക്കാലം ഇത് എടുത്തിടി, പിന്നെ ദൈവം എന്തെങ്കിലും ഒരു വഴി നമുക്ക് പ്രാർത്ഥിക്കാം, ദൈവം ചെയ്യും എന്നൊക്കെ. അന്ന് ഞാൻ എടുത്തില്ല. പിന്നെ ഇതെല്ലാം അടിയൊക്കെ കൊണ്ട് ഇവിടെ എല്ലാം കല്ലിച്ച. പക്ഷെ ഈ ഇതിനല്ലാതെ എന്റെ ഭർത്താവിനെ ഉപദ്രവിച്ചിട്ടില്ല. അങ്ങനെ ഒരു കാര്യം ഈ വിഷയത്തിലല്ലാതെ ഉപദ്രവിച്ചു. അന്ന് എനിക്ക് അലവിലൊരു അടി തന്ന് പൊന്നിച്ച പറഞ്ഞു. അപ്പോൾ കർത്താവിന്റെ വചനം എന്റെ ഹൃദയത്തിന് നിങ്ങളുടെ ഒരു ചെകിട് കാണിച്ച മറ്റതും കൂടെ കാണിച്ചു കൊടുക്കാനുള്ള വചനം വന്നു. ഉടനെ ഈ അടുത്ത ചെകിടും കൂടെ കാണിച്ചു. 2 ചെകിടിലും എനിക്ക് അടി കിട്ടി. 2 പൊന്നിച്ച പറഞ്ഞു. അപ്പൊ ഇതൊന്നും ദൈവനാമത്തിന് ഇതെല്ലാം നമ്മളെ കൊണ്ടെല്ലാം കളവായി പറയുമ്പോൾ ഇതെല്ലാം നമ്മൾ സന്തോഷിച്ച് ഉല്ലസിക്കണം. സ്വകാര്യമായിട്ട് നമുക്ക് വലിയ പ്രതിഫലമുള്ള കാര്യമാണ്. ഇത് നമ്മൾ ദൈവവചനം പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ ഇതൊക്കെ അങ്ങനെ അങ്ങ് സഹിച്ചു. പിറ്റേന്നായപ്പോ വീണ്ടും രാവിലെ ഈ സാധനം എന്റെ കയ്യിലെടുത്ത് തന്നിട്ട് പറഞ്ഞ് ഇടാൻ പറഞ്ഞു, നിർബന്ധിച്ച് പറഞ്ഞ് ഇടാൻ പറഞ്ഞു. അപ്പൊ എന്റെ മനസ്സിൽ പെട്ടെന്ന് ഇങ്ങനെ വന്നു, നമ്മൾ ബൈബിള് വായിച്ചല്ലോ ഭർത്താവിനെ കീഴ്പ്പെടണമെന്നും ഭർത്താവിനെ അനുസരിക്കണമെന്നും എല്ലാം ദൈവവചനം പറയുന്നു. അപ്പൊ ഇങ്ങനെ ഒരാള് ഹസ്ബൻഡ് ഇത്ര ഒരു കാര്യത്തിൽ നിർബന്ധിക്കുമ്പോൾ പിന്നെ ഇനി കീഴ്പ്പെട്ടില്ല എന്ന് വേണ്ടല്ലോ, അനുസരിച്ചില്ല എന്ന് വേണ്ടല്ലോ എന്ന് പറഞ്ഞ് ഞാൻ ഈ ഇത് എടുത്ത് വാങ്ങിയിട്ടതോടുകൂടെ എനിക്ക് പറ്റിയെന്ന് പറഞ്ഞ ഒരു കാര്യം, ഞാനിങ്ങനെ ഏത് വിഷയത്തിനും ഇരുന്ന് പ്രാർത്ഥിച്ച പകൽ വെട്ടം പോലെ എനിക്ക് ദർശനം ഉണ്ടായിരുന്നു. ഇത് തിരിച്ചെടുത്ത് ഞാൻ എന്നിട്ടോ അന്ന് തൊട്ട് ഈ ദർശനത്തിന് ഒരു മങ്ങൽ എനിക്ക് സംഭവിച്ചു. അപ്പൊ അങ്ങനെ പിന്നെ അങ്ങനെ, പക്ഷെ ഞാൻ അത് വിട്ടില്ല. എനിക്ക് ദൈവം കാണിച്ചെന്ന മാതൃകയിൽ എനിക്ക് ജീവിക്കണം എന്നൊരു താല്പര്യത്തോടുകൂടെ ദൈവസന്നിധിയിൽ ശക്തമായി പ്രാർത്ഥിക്കാൻ തുടങ്ങി. ദൈവമേ ഇതിനൊരു പരിഹാരം നീ എനിക്ക് തരണം എന്ന് പറഞ്ഞ ദൈവസന്നിധിയിൽ ശക്തമായി പ്രാർത്ഥിച്ചു. അപ്പോഴൊക്കെ ഞാനിങ്ങനെ സഹോദരങ്ങളൊക്കെ ഭയങ്കര ഐക്യമായിരുന്നു ഞങ്ങളൊക്കെ. ഇത് ഈ വിഷയം വന്നപ്പോൾ എല്ലാവരും അകന്നു, എന്നോട് ആരും സംസാരിക്കാതായി. ഭവനത്തിനകത്ത് പ്രതികൂലം, സഹോദരങ്ങളുടെ ഇടയിൽ പ്രതികൂലം. ഇങ്ങനെയൊക്കെ ആയപ്പോ ഞാനൊരു ദിവസം ദൈവത്തോട് പ്രാർത്ഥിച്ച, കർത്താവെ ഈ നിന്ന് എന്ന് എനിക്ക് മാറ്റി തരുന്നു. ഞാൻ ഓരോ വിഷയത്തിൽ നിന്ന് അനുഭവിക്കുന്നല്ലോ. രാത്രി 1:30 മണിയാവും ഞാൻ എണീറ്റിരുന്ന് ദൈവസന്നിധി പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രാർത്ഥിച്ച് ഞാൻ എന്റെ ഹാളിനകത്ത് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവം എനിക്കൊരു ദർശനം കാണിച്ചു തന്നു. ഇങ്ങനെയാണ് യേശുക്രിസ്തു കാൽവരി ക്രൂശിൽ ഇങ്ങനെ ക്രൂശിതനായി കിടക്കുന്ന ഒരു കാഴ്ച. ഈ കാഴ്ച എന്ന് പറഞ്ഞാൽ ഈ അല്പവസ്ത്രധാരിയായിട്ടാണ് കിടക്കുന്നത്. അല്പവസ്ത്രം മാത്രമേ ഉള്ളൂ. ഈ തുട ഭാഗമെല്ലാം ചുമപ്പോടുള്ള ഭാഗമെല്ലാം ഈ തുട മുതലിങ്ങനെ. എന്നിട്ട് ഈ വിലാപ്പറം എനിക്ക് ഇങ്ങനെ കാണിച്ചെന്ന് പറഞ്ഞാൽ വാരിയെല്ലാം ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ എണ്ണാം നമുക്ക്. അത്രത്തോളം ഒട്ടി, വയറൊട്ടി. പക്ഷെ വെണ്മ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു മൺപാത്രം വെണ്മയുള്ളത് പോലെ കണ്ടിട്ടില്ല ഞാൻ. അത്രത്തോളം വെണ്മയുള്ള ശരീരത്തെ ഇങ്ങനെ എടുത്തിട്ട് എന്നോട് നോക്കിയിട്ട് ചോദിച്ചു, ഇതിനേക്കാൾ നിന്ന് നീ അനുഭവിച്ചോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല കർത്താവേ, ഇതുപോലെ നിന്നെന്ന് ഞാൻ അനുഭവിച്ചില്ല കർത്താവേ എന്ന് പറഞ്ഞു. പക്ഷെ അന്ന് തൊട്ട് നിന്നയ്ക്കൊക്കെ ഒരു ആശ്വാസമായി. ഏത് വിഷയത്തിൽ പ്രാർത്ഥന ദൈവം ഇടപെടുമോ അതിനെല്ലാം ഒരു പരിഹാരം ഓരോന്നോരോന്ന് ദൈവം തന്നുകൊണ്ടിരുന്നു. സഹോദരങ്ങളൊക്കെ എന്ന് വെച്ചാൽ ഒരു വിഷയം വന്നപ്പോൾ ഞാൻ ചെന്ന് പ്രാർത്ഥിച്ചപ്പോൾ അവന് സൗഖ്യം കിട്ടിയപ്പോൾ അതോടുകൂടെ 1 വർഷം കാലം പിണങ്ങിയിരുന്ന സഹോദരങ്ങളൊക്കെ എന്നോട് അടുക്കാൻ തുടങ്ങി. അങ്ങനെയൊക്കെ ആ വിഷയങ്ങളെല്ലാം ദൈവം ഒന്ന് മാറ്റി തന്നു.
അപ്പൊ ഇങ്ങനെ ഈ ഓരോ ദിവസവും ഇങ്ങനെ പ്രാർത്ഥിച്ച് ഇങ്ങനെ കടന്നുപോകും. അന്യഭാഷ അഭിഷേകം പ്രാപിച്ചത് എന്റെ വീട്ടിലിരുന്നാണ്. ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോ ഒരു ദൈവശക്തി ഞാൻ അന്ന് പ്രാപിച്ചെന്ന് ദൈവാത്മാവ് ശക്തമായി എന്നെ നിറച്ചപ്പോഴും. പക്ഷെ അന്യഭാഷ പ്രാപിച്ചെന്ന് പറഞ്ഞാൽ വീട്ടിനകത്തിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. രാവിലെ തുടങ്ങിയ പ്രാർത്ഥന, ഉച്ചയ്ക്ക് ഭക്ഷണം കൊടുത്തില്ല. ഞങ്ങൾക്ക് കുറച്ച് കോഴികളും മൃഗങ്ങളൊക്കെ ഉള്ളതാ. എന്നിട്ടും അതൊന്നും മറന്നു, ഞാൻ കഴിക്കാൻ മറന്നു. അങ്ങനെ ഇരുന്നപ്പോ 4 മണിയായപ്പോ എന്റെ ചിന്ത, അയ്യോ ഒന്നിനും ആഹാരം കൊടുത്തില്ലല്ലോ എന്ന് പറഞ്ഞു ഞാൻ പ്രാർത്ഥന ഇവിടെ എണീറ്റ് ഞാനിങ്ങനെ ഈ ആഹാരം എടുത്തോണ്ട് കൊണ്ടുപോണ വഴിക്ക് ഞാൻ അന്യഭാഷ പറഞ്ഞു അങ്ങെത്തി. അപ്പോഴേക്ക് അയ്യോ ഞാൻ പറയുന്ന അന്യഭാഷയില്ലേ ഇത് എന്ന് പറഞ്ഞു അതെല്ലാം അവിടെ ഇട്ടിട്ട് ഞാൻ ഓടി വന്ന് വീണ്ടും ഭവനത്തിനകത്തിരുന്ന് അന്യഭാഷയിൽ വീണ്ടും കുറെ സമയം ഇരുന്ന് ദിവസം പ്രാർത്ഥിച്ചു. അന്ന് ദൈവം തന്ന അന്യഭാഷയിൽ ദൈവം നിറയ്ക്കാനായിട്ട്. ഇങ്ങനെ ഓരോ കാര്യങ്ങളും ദൈവം എനിക്ക് ഇങ്ങനെ തരുന്നതാ. അപ്പൊ ഒരു ദിവസം ഇങ്ങനെ പ്രാർത്ഥിച്ചും മുമ്പോട്ട് ഇങ്ങനെ കടന്നു പോയപ്പോ കാണാം, ഒരു ദിവസം ദൈവം പിന്നെ 1-2 കാഴ്ചകൾ എല്ലാം തന്നേന്ന് പറഞ്ഞാൽ പിന്നെ ഒരു കാര്യം ഉണ്ടായിരുന്നു. എന്റെ ഭവനത്തിനകത്ത് എന്റെ ഭർത്താവ് നിസ്സാര കാര്യത്തിന് പിണങ്ങുമായിരുന്നു. നിസ്സാര കാര്യത്തിന് പിണങ്ങിയ പിന്നെ 2 ആഴ്ച ഭക്ഷണം കഴിക്കില്ല പറ്റുന്നു. ഞാൻ എത്ര നിർബന്ധിച്ചാലും കരഞ്ഞാലും പറഞ്ഞാലും മരിയയില്ല, ആഹാരം കഴിക്കില്ല. പിന്നെ എന്ന് പറഞ്ഞാൽ ഞാൻ നിർബന്ധിക്കില്ല, കഴിക്കുമ്പോ വന്ന് കഴിക്കട്ടെന്ന് പറഞ്ഞാൽ ഞാനും മക്കളും കഴിക്കാൻ അടക്കില്ല. അങ്ങനെ ഒരു ദിവസം പിന്നെ വിശ്വാസത്തിലൊക്കെ ഇതൊക്കെ വർഷക്കാലം കൊണ്ടുള്ളതാണ്. വിശ്വാസത്തിൽ വന്നിട്ട് ഇത് മാറുന്നില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ദിവസം ദൂരെ പിണങ്ങിയപ്പോ ഞാൻ അന്ന് ദൈവസന്നിധി ആഹാരം കോരി വെച്ച ആഹാരത്തെ കൊണ്ടുവച്ചിട്ട് ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ ഇതിനൊരു പരിഹാരം നീ തന്നല്ലാതെ ഞാൻ ഇനി ഇവിടുന്ന് ഭക്ഷണം കഴിക്കില്ല, ഇവിടെ കിടന്ന് മരിച്ചാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞു ഞാൻ 3 ദിവസം ആഹാരം ഒന്നും കഴിച്ചില്ല. ദൈവസന്നിധി പ്രാർത്ഥിച്ചുണ്ട്. പകല് ബൈബിൾ വായിക്കുകയും പ്രാർത്ഥിക്കുകയും പാടുകയും, കാരണം ഭക്ഷണം മാത്രമില്ല. അങ്ങനെ 3 ദിവസമായിട്ട് ദൈവം എന്നോട് ഒന്നും സംസാരിച്ചില്ല. 4-ാം ദിവസം ഞാനിങ്ങനെ പ്രാർത്ഥിച്ചിട്ട് ചെന്ന് കിടന്നപ്പോഴും ദൈവം എന്നോട് പറയണ്, നീ ദൈവസന്നിധി തന്നെയല്ല പട്ടിണി കിടക്കണം, സാരമില്ല എന്ന് പറഞ്ഞു. ദൈവസന്നിധി തന്നെയല്ല പട്ടിണി കിടക്കണം, സാരമില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, കർത്താവേ എന്റെ എല്ലാ സകല കാര്യവും നീ അറിയണം. ഞാൻ പട്ടിണി കിടക്കണമെന്ന് അറിയണം, എന്റെ വീട്ടിലെ പിണക്കം അറിയണം, എന്റെ കുടുംബത്തിലെ പ്രശ്നം എല്ലാം നീ അറിയണം, ഇതിലൂടെ എല്ലാം ഞാൻ കടന്നു പോകണം, എല്ലാം നീ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അന്ന് ഞാനിങ്ങനെ ഈ പറഞ്ഞിട്ട് ഞാൻ വീണ്ടും പ്രാർത്ഥിച്ചിട്ട് അല്പം കഴിയുമ്പോൾ ഞാൻ കാണുന്ന ഒരു ദർശനം എന്ന് പറഞ്ഞാൽ, എന്റെ ഭവനത്തിനകത്തുനിന്ന് ഒരു പുരുഷനും ഒരു സ്ത്രീയും ഇറങ്ങി പോകുന്നു. അവരുടെ കയ്യിലാണെങ്കിൽ ഒരു ഭാണ്ഡമുണ്ട്, 2 പേരെയും കയ്യിൽ ഒരു ഭാണ്ഡമുണ്ട്, നോക്കി കെട്ടി വെച്ചിട്ടുള്ള ഒരു ഭാണ്ഡം. അപ്പൊ 2 പേരും തമ്മിൽ പറയാണ്, ഇനി ഇവിടെ നമുക്ക് നിൽക്കാനായിട്ട് കഴിയില്ല. പ്രൈസലാം ഇനി നമുക്ക് ഇവിടെ നിൽക്കാനായിട്ട് കഴിയില്ല എന്ന് പറഞ്ഞ് അവരവിടെ വിട്ട് ഇറങ്ങി നമ്മൾ ദേശം വിട്ട് മാറിപ്പോണ ഒരു കാഴ്ച. പക്ഷെ അന്ന് മുതൽ ഇന്നുവരെ എന്റെ ഭർത്താവ് ആഹാരത്തോട് തുടങ്ങിയിട്ടില്ല. അതിനും ദൈവം ഇങ്ങനെ ഓരോ കാര്യങ്ങൾക്കും ദൈവം കൂടെ നിന്ന് പ്രവർത്തിച്ച് പരിഹാരം തന്നാണ് ദൈവം ചെയ്തത്. ഓരോ ദിവസം വഴി നടത്തിയത്. അത്രത്തോളം അനുഭവങ്ങൾ ദൈവം തന്നു. ഹല്ലേലൂയ. പിന്നെ ഒരു ദിവസം പോലെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോ എല്ലാരും രാത്രി ആഹാരം ഭക്ഷണം എല്ലാം കഴിഞ്ഞിട്ട് എല്ലാരും പോയി കിടന്നു. ഇപ്പൊ അന്നേരമൊക്കെ ഇപ്പൊ ആഭരണം ഊരിയായിരുന്നു പിന്നെ ഇട്ടിട്ട് അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞിട്ട് 1 വർഷം ഞാൻ ഈ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഇത് മാറണം, എനിക്ക് മാറണം. സിസ്റ്റർ ചോദിക്കായിരുന്നു, ഇപ്പൊ ഞാൻ അത് വിട്ടുപോകുമായിരുന്നു. ഇത് തന്നെ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഇങ്ങനെ ഈ കാര്യങ്ങളെല്ലാം ഭരണത്തിനകത്ത് ദൈവം ചെയ്യുന്നെങ്കിലും എന്റെ വിഷയം എനിക്കിത് മാറി കിട്ടണം. ഞാനിങ്ങനെ ദൈവസന്നിധി പ്രാർത്ഥിച്ചു. കാരണം ഏത് സമയം ദൈവസന്നിധി ഇതാണ് പറഞ്ഞത്, കർത്താവ് നീ എന്നെ വിളിച്ചതുപോലെ എനിക്ക് നിൽക്കണം. നീ വിളിച്ച് എന്നെ എങ്ങനെയാണ് എന്നെ ലക്ഷ്യം കാണിച്ചു തന്നത് അതുപോലെ എനിക്ക് നിൽക്കണം. ഇതെന്ന് വെച്ചാൽ ഇത് സിയോൻ പുത്രിക്ക് മലമായി തോന്നി. എനിക്ക് അപ്പോഴെല്ലാം ഇത് മലമായി തോന്നിക്കൊണ്ടിരിക്കുക. ഞാൻ ദർശനത്തിലൂടെ എല്ലാം കാണുന്നത് എല്ലാം മലമായിട്ടാണ് കാണുന്നത്. എനിക്ക് ഇത് വേണ്ട എന്നുള്ള ഭയങ്കരമായ ആഗ്രഹം. എനിക്കിത് പറ്റൂല, എനിക്ക് വേണ്ട. കാരണം ഇത് അറപ്പായുള്ള കാര്യം നിങ്ങൾ വീട്ടിൽ കൊണ്ടുവരുന്നത് പോലും പഴയ നിയമത്തിൽ കർത്താവ് പറഞ്ഞിട്ടുണ്ട്. ഇത് നിങ്ങൾ അത് ധരിക്കരുതെന്ന്, അന്ന് വരുന്നവരെ ധരിച്ചിട്ടില്ല എന്ന് വചനം പറയുന്നത്. അതെല്ലാം ഞാൻ വിട്ടു കളഞ്ഞാലും എന്റെ കർത്താവിന്റെ സ്നേഹത്തെ ഓർത്തായി ഇതൊന്നും വേണ്ട എന്നാണ് എന്റെ ചിന്ത. വചനം അങ്ങനെ ഉണ്ടോ ഇങ്ങനെ ഉണ്ടോ എന്നല്ല ഞാൻ പരിശോധിക്കുന്നത്. എന്റെ കർത്താവ് തൻ സ്വന്തം ജീവനെ തന്ന് എനിക്ക് ജീവൻ തന്നതാ. അപ്പൊ അതിന്റെ മുമ്പേ കർത്താവിനേക്കാളും അപ്പുറമായിട്ട് ചവഞ്ഞു നടക്കാനായിട്ട് ഞാൻ ആഗ്രഹിച്ചില്ല. അതുകൊണ്ട് എനിക്കിത് വേണ്ട എന്നുള്ളൊരു തീരുമാനത്തിൽ പ്രാർത്ഥിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു വർഷം ഈ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. 1 വർഷത്തിനിടയിലാണ് ഈ കാര്യങ്ങളെല്ലാം പലതും നടന്നത്. അപ്പൊ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോ ഈ 2001 നവംബർ 4-ാം തീയതി ഞാൻ സ്നാനപ്പെടുന്നു. 2002 നവംബർ 4-ാം തീയതിയപ്പോൾ അന്നത്തെ അസുഖം എനിക്ക് ഒന്നും ഒത്തു. അന്ന് ഇനി കൊണ്ടുപോകാനിടയില്ലാതെ പ്രാർത്ഥനയിൽ ഈ രോഗം എനിക്ക് മാറിയത്. അപ്പോഴ് അസുഖം വന്ന് സ്നാനപ്പെട്ടതിന്റെ അന്ന് രാവിലെ എന്റെ അന്നത്തെ അസുഖം വന്നു. ഇനി എവിടെ കൊണ്ടുപോകും, എന്നെ ആര് സുഖമാക്കും? കാരണം എന്റെ രൂപം മാറി, ഭാവം മാറി. ഒരാളെന്നെ ബാത്റൂമിൽ കൊണ്ടുപോകണം, പിടിച്ചോണ്ടിരുത്തണം.
എനിക്ക് വെള്ളം തന്നെ, തിളച്ച വെള്ളം തന്നില്ലെങ്കിൽ നാക്കങ്ങ് താഴെ ഇറങ്ങിപ്പോകും പോലെ എനിക്ക് തോന്നും. പിന്നെ ഭയങ്കര ബുദ്ധിമുട്ട്, തലചുറ്റ്, ഞാൻ വീഴും. ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിലാണ് ഞാൻ ആയി. 1 മണിക്കൂറിന് ഞാൻ അതേ രൂപത്തിലായി. എന്റെ ദൈവം തന്ന സ്വാഭാവികമായ രൂപം എല്ലാം മാറി വേറൊരു വല്ലാത്ത രൂപമായി, ഭയങ്കര അസുഖമായി. എന്റെ ഭർത്താവിന് പേടിയായി പോയി. അവസാനം പറഞ്ഞ്, ഇനിയിപ്പോ നിന്റെ ആൾക്കാരെല്ലാം കൂടെ എന്നെ പറയുമല്ലോ, എന്നാ ഞാനാണ് ഇത് കാരണമെന്ന് പറയുമല്ലോ എന്ന് പറഞ്ഞു. എനിക്ക് ഇത്തിരി സംസാരിക്കാനായിട്ട് സമയം കിട്ടിയപ്പോ ഞാൻ പറഞ്ഞു, സംസാരിക്കാനും പറ്റില്ല എനിക്ക്. അല്പം ഒരു ഇത് ഇടവിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ ഇന്ന് സ്നാനപ്പെട്ട ദിവസമാണെന്ന് പറഞ്ഞു. ഞാനിന്ന് സ്നാനപ്പെട്ട ദിവസമാണെന്ന് പറഞ്ഞു. ആ, സ്നാനപ്പെട്ട ദിവസം എന്ന് പറഞ്ഞിട്ട് പോവുകയും ചെയ്തു. പിറ്റേന്ന് രാവിലെയൊക്കെ തലേ ദിവസം എന്റെ അമ്മായിയമ്മ ഇവിടെ നിന്ന് മാറ്റി കളഞ്ഞു. ദൈവം മാറ്റിയതാണ്. കാരണം എന്റെ അമ്മായിയമ്മ ഇവിടെ ഉണ്ടെങ്കിൽ എനിക്ക് വെള്ളം തരും, എനിക്ക് ചൂടുവെള്ളം വേണമെങ്കിൽ ചൂടുവെള്ളം ചൂടാക്കി കൊണ്ടുതരും, എന്തെങ്കിലും ചെയ്തു തരാം. എന്റെ ഹസ്ബൻഡിനാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ, അടുക്കളയിൽ കയറി ഒന്നും ചെയ്യാനൊന്നും അറിയില്ല. അപ്പൊ അമ്മായിയമ്മ ഉണ്ടെങ്കിൽ ഒരു ധൈര്യം. പക്ഷെ അമ്മായിയമ്മ തലേ ദിവസം അവരുടെ മകളെ വീട്ടിലോട്ട് പോയി. അപ്പൊ ഇവിടെ ആരുമില്ല, മക്കളും സ്കൂളിൽ പോയി, ആരുമില്ല. എനിക്ക് അസുഖമായ എന്നെ പിടിച്ചു നിർത്താനൊന്നും ആർക്കും കഴിയില്ല. ഇതറിയാന്നുള്ള ആള് രാവിലെ ഒരു 10 മണിയായി കാണും, എവിടെ പോയപ്പോ എന്നോട് പറഞ്ഞ്, നിനക്ക് അസുഖം കൂടെ അല്ലെങ്കിൽ വിളിക്കണമെന്ന് പറഞ്ഞു. അപ്പൊ ഇന്നത്തെ ഫോണല്ല, അന്ന് കോഡ്ലെസ് ഫോണാണുള്ളത്. അപ്പൊ അന്ന് കോഡ്ലെസ് ഫോൺ ഇവിടെ ഉണ്ടായിരുന്നു, അത് കൂടെ കൊണ്ടുപോയി. അപ്പോൾ ഞാൻ ഇങ്ങനെ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, എനിക്ക് ഇതൊരു അവസരമാണ് നീ തന്നതെങ്കിൽ എനിക്ക് ഇന്ന് ഇതിനുള്ള ഒരു വഴി ദൈവം എനിക്ക് ഒരുക്കി തരണമെന്ന് ദൈവസ്ഥ മുട്ടുമേൽ നിന്ന് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം പറഞ്ഞു, ഇത് സമയം ദുഷ്കാലമായാൽ തക്കത്തിൽ ഉപയോഗിക്കാൻ പറഞ്ഞു. അപ്പൊ എനിക്ക് മനസ്സിലായി, ഇതിനുള്ള ഒരുക്കമാണ് ദൈവം എനിക്ക് ഒരുക്കി തരണമെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ ഇതിൽ കൂടെ വിളിച്ച്, എനിക്ക് ഒട്ടും സുഖമില്ല, വരണം, എനിക്ക് വെള്ളം വേണമെന്ന് പറഞ്ഞു. എവിടുന്നോ ഓടി വന്ന് അടുക്കളയിൽ കയറി വെള്ളം എടുത്തത് പൈപ്പ് ഒടിഞ്ഞ് കയ്യിൽ വന്നു. അതും ഒരു വെപ്രാളം. അദ്ദേഹത്തിന് അന്ന് വെച്ചാൽ ഇതൊന്നും ശീലമില്ല. ഓടിച്ചെന്ന് വെള്ളം ചൂടാക്കി എനിക്ക് കൊണ്ട് അടുത്ത് വെച്ച് നിന്നിട്ട് പറഞ്ഞ്, നിനക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ, നിനക്ക് ഈ രോഗം ആഭരണം മാറ്റിയാൽ നിനക്ക് ഈ രോഗം മാറുമെന്ന് വിശ്വാസം ഉണ്ടെങ്കിൽ നീ ആഭരണം മാറ്റിക്കുമെന്ന് പറഞ്ഞു. ഒരു പ്രാവശ്യം പറഞ്ഞു. എന്നിട്ട് ഞാൻ അങ്ങനെ ഇരുന്നു. ഞാൻ ഇത് കേൾക്കാനാണ് ഞാൻ കാത്തിരിക്കുന്നത്. അപ്പൊ കുറച്ച് നേരം കൂടെ കഴിഞ്ഞിട്ട് വീണ്ടും വന്ന് പറഞ്ഞ്, നിനക്ക് ഈ ആഭരണം മാറ്റിയാൽ ഈ നിന്റെ അസുഖം മാറുമെന്ന് നിനക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ നീ മാറ്റിക്കുമെന്ന് പറഞ്ഞു. 2 പ്രാവശ്യം പറഞ്ഞു. 2ാമത്തെ പ്രാവശ്യം പറഞ്ഞ് കുറച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതെല്ലാം ഊരി ബാക്കി മേശപ്പുറക്കാൻ വെച്ച്. പക്ഷെ അത്ഭുതം എന്ന് പറയട്ടെ, ഈ രോഗം 2-3 മിനിറ്റേ പിന്നെ നിന്നുള്ളൂ. അന്ന് മുതൽ പിന്നെ ഈ രോഗം വന്നിട്ടേ. അപ്പൊ ഞാൻ വിചാരിച്ചു, ഇനി എന്തായാലും ദേഹം എന്നെ ഇവിടെ കൊണ്ടുപോകില്ല, ആഭരണമൊക്കെ മാറ്റിയതുകൊണ്ട് എന്നൊക്കെ വെച്ച്. പിറ്റേന്നായപ്പോ എന്നെ കൊണ്ടിരിക്കുന്നത് ചെരുപ്പൊക്കെ കഴിഞ്ഞെല്ലാം വാങ്ങാം, ചെരുപ്പ് വാങ്ങാൻ പോകുന്ന സിറ്റിക്കകത്ത് പോയി സാധനമൊക്കെ വാങ്ങി സന്തോഷത്തോടുകൂടെ. ചിലരോടൊക്കെ ഇത് സാക്ഷ്യവും പറഞ്ഞിരിക്കും, നമുക്ക് ഇങ്ങനെ അസുഖം വന്ന് മാറ്റിയപ്പോഴാണ്, ആഭരണം മാറ്റിയപ്പോഴാണ് മാറിയെന്ന് പലരോടും പറഞ്ഞേക്ക് അറിഞ്ഞു. അപ്പൊ അന്ന് മുതൽ ഇന്നുവരെയും ഈ ആഭരണത്തെ പറ്റി പിന്നെ ഒരു സംസാരമോ ഒരു സ്നേഹക്കുറവോ, നമുക്ക് അന്നില്ലാത്ത സ്നേഹമാണ് ഇന്ന് നമ്മൾ ജീവിക്കുന്നത്. അന്നുവരെയും ദൈവത്തെ അറിയുന്നതിന് മുമ്പേ നമ്മൾ ഒരു ഐക്യതയോ ഒരു കാര്യങ്ങൾ ഷെയർ ചെയ്യോ ഒരു സന്തോഷമുള്ള ഒരു ജീവിതമോ അങ്ങനെ ഒന്നും എന്റെ ജീവിതത്തിൽ നേരെയില്ല. പക്ഷെ ഈ ദൈവഭാഗത്ത് വന്ന് വിശ്വാസത്തിൽ ഉറച്ച് ദൈവ സ്നേഹത്തിൽ നിലനിൽപ്പാൻ തുടങ്ങിയപ്പോൾ കുടുംബ ജീവിതത്തിൽ കുറെ അടുക്കും ചുട്ടിയും എല്ലാം ദൈവം തന്ന് സന്തോഷത്തോടെ ദൈവം വഴി നടത്താൻ തുടങ്ങി. ഓരോ ദിവസം വഴി നടത്തി. ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ആദ്യമായിട്ടാണ് ഈ ആഭരണമൊക്കെ മാറ്റി 3ാമത്തെ ആഴ്ചയാണ് എനിക്ക് ആദ്യമായിട്ട് പ്രസംഗിക്കാനുള്ള ഒരു അവസരം വരുന്നത് സഭയിൽ, ചർച്ചയിൽ. അപ്പൊ ഞാൻ ചിന്തിച്ചു, ദൈവമേ, ഇതിട്ട് കൊണ്ടാണെങ്കിൽ ഞാൻ എണീക്കില്ലായിരുന്നു, അതിന് അവസരത്തിൽ ഞാൻ ഒരുങ്ങില്ലായിരുന്നു. അത് മാറി ഇതെല്ലാം സ്വസ്ഥമായപ്പോ ദൈവം അതിനുള്ള അവസരം തന്നു. ഒരുപാട് സ്ഥലത്ത് ദൈവജനം സംസാരിക്കാനുള്ള അവസരങ്ങൾ ദൈവം തന്നു. എന്നിട്ട് ഒരു ദിവസം വേല ചെയ്യാനല്ലേ കർത്താവ് പറഞ്ഞത്, അഭിഷേകം പ്രാപിച്ച് കർത്താവിന്റെ വേല ചെന്നല്ലേ പറഞ്ഞത്. ഞാനിങ്ങനെ ഒരു ദിവസം ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോ അല്ല, ഞാൻ ഡ്രസ്സ് കഴുകിക്കൊണ്ടിരിക്കുമ്പോ ഒരു വീടിനെ എടുത്ത് കാണിച്ചു. ഞങ്ങൾ ബന്ധുക്കളാ വീടാണ്. എടുത്ത് കാണിച്ചിട്ട് അവിടെ പോകാൻ പറഞ്ഞു. ഞാൻ ഈ തുണിയെല്ലാം അവിടെ വെച്ചിട്ട് അപ്പോൾ തന്നെ അല്പനേരം പ്രാർത്ഥിച്ചിട്ട് ആ ഭവനത്തിനകത്ത് പോയി. ഭവനത്തിൽ പോയപ്പോ കാണാം അവിടെ അവര് തലേ ദിവസം ബൈബിൾ ചുട്ട വീടാണ്. അപ്പോൾ ഒരു സ്വാതന്ത്ര്യവും ഇല്ല സഹോദരിക്ക്, അങ്ങനെ ഇരിക്കുന്നു. അപ്പൊ ഞാൻ ഒരു ബൈബിൾ കൊണ്ടുകൊടുക്കാന്ന് പറഞ്ഞ് പിറ്റേ ആഴ്ച ബൈബിൾ കൊണ്ടുപോയപ്പോ അവർക്ക് പിന്നെ പ്രാർത്ഥിക്കാൻ ഒരു താല്പര്യമില്ല, അവിടെ പ്രശ്നമാകുന്നുണ്ട്. അപ്പൊ അടുത്തൊരു വീട്ടിൽ സഹോദരിമാർ ഒരുമിച്ചിരിക്കുക. അപ്പൊ ആ ഒരു സഹോദരി പറഞ്ഞു, ചേച്ചി, എന്റെ ചെവി ചോർച്ചിൽ വർഷക്കാലം കൊണ്ട് ഞാൻ ഇങ്ങനെ ചികിത്സിക്കാൻ, ഇതുവരെ ഒരു വ്യത്യാസം എനിക്കില്ല, എനിക്കിത് മാറി കിട്ടുകയാണെങ്കിൽ ചേച്ചി പ്രാർത്ഥിക്കും, മാറി കിട്ടുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു പ്രാർത്ഥന വയ്ക്കാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചിട്ട് വന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു, കുറയൊക്കെ എന്നെ പിറ്റേന്ന് വിളിക്കുമെന്ന് പറഞ്ഞു. പിറ്റേന്ന് രാവിലെ എന്നെ വിളിച്ച്, ചേച്ചി, ഇതുവരെ എനിക്ക് ചെവി ചോർച്ചില്ല, അതുകൊണ്ട് നമുക്ക് ഇവിടെ ഒരു പ്രാർത്ഥന വയ്ക്കാൻ ചേച്ചി എന്ന് പറഞ്ഞ് എന്നെ വിളിച്ചു. അങ്ങനെ അവിടെ പ്രാർത്ഥന തുടങ്ങി. അവിടെ കുറെ പേര് ആരാധനയ്ക്ക് വരും, പ്രാർത്ഥന. ആ ഭവനത്തിനകത്ത് ഒരു കുഞ്ഞിന് എപ്പോഴും ഫിറ്റ്സ് വരുന്ന സ്വഭാവമുണ്ട്. പനി വന്നാൽ ഫിറ്റ്സ് എന്നും ആശുപത്രി. പക്ഷെ ഈ ആരാധന തുടങ്ങിയ അന്ന് മുതൽ
ആ ഫിക്സ് അങ്ങ് ദൈവം അങ്ങ് മാറ്റി. അങ്ങനെ ഒരുപാട് അത്ഭുതങ്ങൾ. 6 വർഷം കുഞ്ഞില്ലാത്ത ഒരു മോക്ക് കുഞ്ഞിനെ കൊടുത്തു. കാരണം പറഞ്ഞാൽ കുഞ്ഞില്ലാത്തത് കൊണ്ട് അവൻ ഇടിച്ച ഇടിയെല്ലാം നമുക്ക് കാണിച്ചു തരും. കുഞ്ഞില്ലാത്തത് കൊണ്ട് ഇടിക്കുന്നത്, ഉപദ്രവിക്കുന്നത്. അങ്ങനെ ഭാരത്തോടെയൊക്കെ പ്രാർത്ഥിച്ച് ദൈവം അത്ഭുതങ്ങളെ ദൈവം ചെയ്തു. അങ്ങനെ അനേക അത്ഭുതങ്ങൾ അവിടെ വെളിപ്പെടുവാനായി തീർന്നു. പക്ഷെ എന്നാലും ഞാൻ അങ്ങനെ വെച്ച് ആ മീറ്റിംഗ് കൊണ്ടുപോകാൻ ആഗ്രഹിച്ചില്ല. ചർച്ചിൽ വരാൻ താല്പര്യമുള്ളവരെല്ലാം ചർച്ചിലും കൊണ്ടുപോയി. അങ്ങനെ അവർ ചർച്ചിലൊക്കെ വന്ന് ആരാധിക്കും, പലയിടത്തും ഒക്കെ അങ്ങനെ ആയി. ഇങ്ങനെ ദൈവം കർത്താവ് ഇങ്ങനെ വഴി നടത്തി. ഇപ്പൊ 2015 എനിക്ക് ഒരു അസുഖം വന്നു, ഭയങ്കരമായ ഒരു അസുഖം. കാരണം എന്തെന്നില്ലാത്ത ഒരു രോഗം എനിക്കിങ്ങനെ വന്ന് എനിക്ക് മരിച്ചു പോകുന്നുള്ള ഒരു അവസ്ഥയിലെത്തി. മരണം ഞാനുമായിട്ട് കാണുകയാണ്, മുഖാമുഖം കാണുകയാണ്. അപ്പൊ അത്ര ഒരു അസുഖം. അപ്പോഴും ഞാനിങ്ങനെ പ്രാർത്ഥിക്കുമ്പം മരണപ്പാട്ട്, നടക്കുമ്പോ മരണചിന്ത. സ്വർഗത്തിൽ പോകാൻ ഇഷ്ടം തന്നെ, പക്ഷെ എന്റെ പുറകെ ഈ സഹോദരിമാരുണ്ട്, 10-9 പേര് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോ എന്തെങ്കിലും സംഭവിച്ചാൽ ഈ പ്രാർത്ഥിക്കുന്ന ചേച്ചിക്ക് ഇങ്ങനെ സംഭവിച്ചല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും പിന്മാറും. ഇതിങ്ങനെ എനിക്ക് നല്ല ബോധമുണ്ട്. ഞാൻ ഇവർക്കൂടെ പറഞ്ഞു, കർത്താവെ ഇങ്ങനെയുള്ള അവസ്ഥകളൊക്കെ ഉണ്ട്, എനിക്കിത് ഇതിൽ നിന്നൊരു രക്ഷ എനിക്ക് വേണം. അപ്പോൾ എന്റെ മോളൊക്കെ അട്ടപ്പാടിയില് എന്റെ മരുമോളുടെ പിടുത്തവസ്ഥ. അപ്പൊ അവിടെ പ്രൊമോഷൻ ട്രാൻസ്ഫർ ആയിട്ട് അവർ അങ്ങോട്ട് പോയി. ഒരു ദിവസം ലീവിന് ഇവിടെ വന്നപ്പോ ഈ സമയത്താണ് വന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു, മക്കളെ ഇറങ്ങിയപ്പോഴും ഞാൻ പറഞ്ഞു, മക്കളെ നിന്റെ കാര്യമൊക്കെ വരുമ്പോൾ ദൈവം നിന്റെ കരം പിടിച്ചിട്ടുണ്ട്. ഞാൻ ഇല്ലെന്ന് പറഞ്ഞുകൊണ്ട് നീ ഭാരപ്പെടുത്തത്, ദൈവം എന്നെ അങ്ങ് ചേർത്തുകൊണ്ടാണ് നിനക്ക് നിന്റെ കാര്യമെല്ലാം ദൈവം നല്ലതാണ് നടത്തി തരും, അതൊരു ഭാരപ്പെടുന്നത്. അപ്പൊ അവിടെ എന്നോട് പറഞ്ഞു, ഞാൻ ചർച്ചിൽ പ്രാർത്ഥിച്ചുകൊണ്ട് അമ്മയുടെ ബോഡി ഇങ്ങനെ പെട്ടിക്കകത്ത് വെച്ചിട്ടുള്ള ഒരു കാഴ്ച ഞാൻ കണ്ടു പറഞ്ഞു. അപ്പൊ ഞാൻ സഭയിൽ പറഞ്ഞു, ഞങ്ങൾ സഭയായിട്ടൊക്കെ പ്രാർത്ഥിച്ചു പറഞ്ഞു. അപ്പോൾ ഞാൻ തീരുമാനിച്ചു, മരണം ഉറപ്പാക്കി. അപ്പൊ ഞാനിങ്ങനെ അന്ന് രാത്രി ദൈവസന്നിധി പ്രാർത്ഥിച്ചു, ദൈവമേ നീ വിളിച്ച നാൾ മുതൽ നീ പറഞ്ഞതുപോലെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയും പോവേണ്ടടുത്ത് വിളിച്ചാണ്. എന്റെ ഭർത്താവിനെ അറിയാതെ ദൈവം വേല ചെയ്യുന്നത്. ഭർത്താവ് ഓഫീസിൽ പോകുന്ന സമയമാണ് ഈ ദൈവം വേല ചെയ്യുന്നത്, ഈ കൂട്ടായ്മയൊക്കെ ഉണ്ടാക്കിയെടുത്തത്. അങ്ങനെയൊക്കെ നിനക്ക് പ്രസാദമുള്ളത് ഞാൻ ചെയ്യുന്നത് നിനക്ക് ഹിതമാണെങ്കിൽ എന്നെ ഇതിൽ നിന്ന് വിടുവിക്കണമെന്ന് ഞാൻ ദൈവസന്നിധി പ്രാർത്ഥിച്ചു. അന്ന് രാത്രി ശക്തമായി പ്രാർത്ഥിക്കാൻ ഒരു കൃപ ദൈവം തന്നു. അസുഖമാണെങ്കിലും പ്രാർത്ഥിക്കാൻ കൃപ തന്നു. അന്യഭാഷയിൽ ഭയങ്കരമായി പ്രാർത്ഥിച്ച് അങ്ങനെ ഇരുന്നപ്പോ കാണാം ഒരിക്കിള് വന്ന് എനിക്ക് ഒരു 5 മണിയായപ്പോ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് ഒരിക്കിള് ഇങ്ങനെ, കാരണം പിടിച്ചു നിർത്താൻ പറ്റാത്ത നിലവാരത്തിൽ ഭയങ്കര ഇക്കിളിങ്ങനെ വന്നു. അപ്പൊ ഇക്കിള് വന്നപ്പോൾ ഞാൻ ഇത് വെള്ളം കുടിച്ചിട്ട് മാറില്ല, പ്രാർത്ഥിച്ചിട്ട് മാറില്ല, സമയമായി എന്ന് പറഞ്ഞിട്ട് തീരുമാനിച്ചിട്ട് ഞാൻ ചെന്ന് കിടന്നു. എന്തായാലും ദൈവത്തിന്റെ നിറവായിട്ട് പോലെ ചെന്ന് കിടന്നത് ഞാനൊരു കാഴ്ച കണ്ടു. എന്റെ കണ്ണു മുമ്പേ ഒരു ഭയങ്കരമായ തീ ഇങ്ങനെ ആളി കത്തുന്ന ഒരു കാഴ്ച കണ്ട് ഒരു ബുക്ക്, അതെന്താണെന്ന് എനിക്കറിയില്ല, ഒരു മനുഷ്യൻ ഈ ബുക്കിനെ എടുത്ത് ഈ തീക്കകത്തിട്ട് അപ്പോൾ ദൈവാത്മാവിനോട് സംസാരിച്ച്, മകളെ ഇങ്ങനെ വിളിച്ച, മകളെ സംഹാരദൂതനെ ആത്മാവ് തകർക്കുകയാണ്, ദൈവത്തിന് മഹത്വം കൊടുക്കാൻ പറഞ്ഞു. ഞാനിങ്ങനെ കിടന്ന കിടപ്പിൽ തന്നെ ദൈവത്തിന് മഹത്വം കൊടുത്തു. പക്ഷെ എണീറ്റപ്പോ ഞാൻ വേറൊരാളായിട്ട്, എന്റെ പഴയ ചിന്തയില്ല, പഴയ ബുദ്ധിമുട്ടില്ല, ഒന്നുമില്ലാതെ സന്തോഷത്തിൽ കർത്താവിനെ മഹത്വപ്പെടുത്താൻ കർത്താവ് ഇന്ന് നടത്തും. കർത്താവിന്റെ വേലയിൽ ദൈവവേലയിൽ ഇപ്പൊ ഞാനായിരിക്കും ഞങ്ങളുടെ ഇന്റർനാഷണൽ സിയോൺ അസംബ്ലി ട്രസ്റ്റ് എന്ന ഒരു സംഘടനയുടെ കീഴില് സഹോദരിമാരുടെ ഇടയിൽ കേരള സ്റ്റേറ്റ് സെക്രട്ടറിയായിട്ട് ഞാൻ പ്രവർത്തിക്കുകയാണ്. അപ്പൊ പലയിടത്തും എനിക്കിങ്ങനെ നമ്മുടെ വേലയുടെ ഭാഗമായിട്ട് ചർച്ചകളിൽ കടന്നു പോകേണ്ടതുണ്ട്. അവിടെ എല്ലാ ദൈവനാമത്തെ ഉയർത്തി, ദൈവനാമത്തെ മഹത്വപ്പെടുത്തി ഇങ്ങനെയൊക്കെ ഞാനിങ്ങനെ യാത്ര ചെയ്യണം. അപ്പോൾ ഞാനിങ്ങനെ പലപ്പോഴും ഞാൻ ചിന്തിക്കും, കാരണം ഞാൻ ഒരു വിഗ്രഹ ആരാധനയിൽ ഞാൻ ഇരുന്നവളാണ്. ദൈവത്തിന്റെ വചനം അങ്ങനെ പറയുന്ന ഒരു വിഗ്രഹത്തെ നമസ്കരിക്കരുത്, ഒന്നിനും അങ്ങനെ ഉണ്ടാക്കാനായിട്ട് പാടില്ല. കാരണം അവിടുത്തെ പുസ്തകം 4:16 തൊട്ട് വായിക്കുമ്പോൾ തന്നെ നിങ്ങൾ എന്റെ രൂപമൊന്നും കണ്ടിട്ടില്ലല്ലോ, ആകാശത്തിലെ ഒരു മത്സ്യത്തെയോ മൃഗത്തിന്റെയോ ഒരു മനുഷ്യന്റെയോ ഒരു പുരുഷന്റെയോ ഒരു സ്ത്രീയുടെയോ ഒന്നിന്റെയും വിഗ്രഹങ്ങൾ ഉണ്ടാക്കി നിങ്ങൾ അതിനെ നമസ്കരിക്കരുത്. രഹസ്യത്തിൽ പോലും ഒരു വിഗ്രഹം ഉണ്ടാക്കി നമസ്കരിക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ തിരുവചനം പറയുന്നു. അങ്ങനെയല്ല, ഇതിൽ നിന്നെല്ലാം വേർപെട്ട് പൗലോസ് പറയുന്നത് വിഗ്രഹാരാധന വിട്ടുകൊള്ളുകയും. അപ്പൊ ഇങ്ങനെയെല്ലാം ഓടി മാറി ദൈവത്തെ ആരാധിച്ച് സേവിച്ച് നിന്നാൽ ഇത് കാര്യം എന്ന് പറയാൻ നമുക്ക്, ഞാനിപ്പോ പറയുന്നത് പറഞ്ഞാൽ എനിക്കൊരു കുടുംബ സന്തോഷം തന്നെന്നോ ഒരു സൗഖ്യം കിട്ടിയെന്നുണ്ടോ അതുകൊണ്ടൊന്നും അല്ല ഞാൻ ദൈവത്തെ ഉയർത്തുന്നത്. കർത്താവ് നമുക്കൊരു നിത്യത ഒരുക്കിയിട്ടുണ്ട്, എല്ലാ മനുഷ്യർക്കും ഒരു നിത്യത ഒരുക്കിയിട്ടുണ്ട്. അപ്പൊ ആ നിത്യത നമ്മളവിടെ കഴിക്കും. നമ്മൾ ഒന്ന് ഈ ലോകം വിട്ട് കടന്നു പോകും, അല്ലെങ്കിൽ കർത്താവിന്റെ വരവില്, യേശു കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ കർത്താവ് പറഞ്ഞ് പ്രയാസവും കഷ്ടമൊക്കെ ലോകത്തുണ്ട്, എന്നാൽ ധൈര്യപ്പെടണം, കർത്താവ് ലോകത്തെ ജയിച്ചു. എന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകരുത്, നിങ്ങൾ ദൈവത്തെ വിശ്വസിക്കും, എന്നെ വിശ്വസിക്കും. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു, ഞാൻ വാസസ്ഥലം ഒരു ഭവനം ഒരുക്കാൻ പോയിരിക്കുക,
കർത്താവ് വന്ന് ഭവനം ഒരുക്കി നമ്മളെ വന്ന് കർത്താവ് ഇരിക്കുന്നത് ചേർത്തുകൊള്ളാന്ന് നല്ലൊരു ബോധവും അറിവും ദൈവം നമുക്ക് തന്നത് കൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ ഈ കർത്താവ് നമ്മൾ പിൻപറ്റുവാൻ തയ്യാറാവും. നമുക്കൊരു വാസസ്ഥലം ഉണ്ടല്ലോ, ആ സ്ഥലത്തിൽ എത്തണം. ഒരിക്കലും അത് പാഴായി പോകാൻ പാടില്ല. കാരണം ഞാനൊരു ദർശനം കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞാൽ, ഞാനിങ്ങനെ അസുഖമായി ഒക്കെ ഇരുന്നപ്പോ എന്റെ ഭവനത്തിൽ അഴുക്കൊക്കെ ആയാൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ എപ്പോഴും തുടയ്ക്കും. അപ്പൊ അസുഖമൊക്കെ കഴിഞ്ഞ് സൗഖ്യമൊക്കെ കിട്ടിയപ്പോ ഇതൊന്നും ഇവിടെ നല്ലല്ലോ, ഇതെല്ലാം ഇവിടെ നശ്വരമാണല്ലോ, എനിക്ക് കർത്താവ് നല്ലൊരു ഭവനം ഒരുക്കിയിട്ട് അവിടെ പോകുമ്പോഴതെല്ലാം എനിക്ക് നല്ലത് കിട്ടും. അതുകൊണ്ട് ഇതൊക്കെ അങ്ങ് പോട്ടെന്ന് പറഞ്ഞാൽ ചിന്തിച്ച് ഇറങ്ങി ഇങ്ങനെ കസയിൽ ഇരുന്നതേ ഉള്ളൂ. ഒറ്റ നിമിഷത്തേക്ക് ദൈവം എന്നെ എടുത്തുകൊണ്ടുപോയി. കൊണ്ടുപോയി എന്ന് പറഞ്ഞാൽ ഒറ്റ നിമിഷത്തേക്ക് എന്നെ കൊണ്ടുപോയിട്ട് എനിക്ക് കാണിച്ചെന്ന് പറഞ്ഞാൽ ഭയങ്കര കട്ടിയുള്ള, ഇവിടത്തെ ചുവലിന്റെ കട്ടിയല്ല, ഇവിടത്തെ ചുവലിന്റെ 2-3 കനമുള്ള കട്ടിയുള്ള ഒരു 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 റൂമിന്റെ 3 ഭാഗമായിട്ടാണ് ഇത് നിനക്ക് വേണ്ടി ഒരുക്കുന്നതാണെന്ന് പറഞ്ഞിട്ട് എന്നെ ഇങ്ങനെ കൊണ്ടിടും പോലെ എനിക്ക് തോന്നി. ഈ കസേരയിൽ തന്നെ പിടിച്ച് കൊണ്ടിടും പോലെ തോന്നി. കാരണം ഒരു നിമിഷം കൊണ്ട് എന്നെ ദൈവം എടുത്തുകൊണ്ട് പോയി. ഇങ്ങനെ ഒരു കാഴ്ച. അപ്പൊ ഇതൊന്നും എനിക്ക് നഷ്ടമാകുന്ന ഒരു താല്പര്യത്തോടെയാണ് ഞാൻ ദൈവത്തെ സേവിക്കുന്നത്. കാരണം ഈ നിത്യത എനിക്ക് നഷ്ടമാകാണ്ട് ദൈവം എനിക്ക് ഒരിക്കൽ ആ ഭവനത്തിൽ തന്നെ എനിക്ക് പോകണം എന്നുള്ള ആഗ്രഹത്തോടുകൂടാണ് ഇന്നും കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുകയും കർത്താവായിരിക്കുന്നത്. കാരണം ഇപ്പൊ പ്രായങ്ങളൊക്കെ ആയി കയറി വന്നു. എന്നാലും നല്ല പ്രായത്തിൽ കർത്താവിന് വേണ്ടി ഓടേണ്ട സ്ഥാനത്തല്ല, പോകേണ്ട സ്ഥാനത്തല്ല, എന്റെ നല്ല പ്രായം അത് ഒറ്റയ്ക്കാണ് ഞാൻ ഒന്ന് ചെയ്തിട്ടുള്ളത്. ഒറ്റയ്ക്ക് എന്നോട് കർത്താവ് പറഞ്ഞു ഞാൻ കൂടെ ഉണ്ടെന്ന് പറയും. ഞാൻ കൂടെ ഉണ്ട്. ഞാൻ ഒറ്റയ്ക്ക് പോകുമ്പോൾ ഞാൻ കൂടെ 8 വർഷം ദൈവസേനയിൽ പ്രാർത്ഥിച്ചപ്പോൾ എന്റെ ഭർത്താവിന് ദൈവസേനയിൽ കൊണ്ടുവന്നു. അത് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ. കാരണം ട്രാൻസ്പോർട്ട് ജോലിയൊക്കെ പെൻഷൻ ആവുന്നതിന് 6 മാസം മുമ്പേ വിളിക്കും. മകളെ കല്യാണത്തിന് കുറച്ച് സമ്പത്ത് ഉണ്ടാക്കണമെന്ന് പറയുന്നത് വേറൊരു കോറിയിൽ സൂപ്പർവൈസറായിട്ട് എല്ലാം റെഡിയാക്കി വെച്ചിട്ട് ഇറങ്ങി പോകാൻ വേണ്ടി പിറ്റേന്ന് എല്ലാം റെഡിയായിരുന്നപ്പോ കാണാൻ അന്ന് വാർത്ത വരുന്നു, പത്രത്തിൽ വാർത്ത വരുന്നു, അനിശ്ചിത കാലത്തേക്ക് കോറിയെല്ലാം അടച്ചിട്ടിരിക്കുന്നു വാർത്ത. അപ്പൊ 2 ആഴ്ച ഭവനത്തിനകത്തിരുന്നാള്. അപ്പൊ ഞാൻ വെള്ളിയാഴ്ച ഞായറാഴ്ച ചർച്ചയിൽ പോകും. അപ്പൊ 2ാമത്തെ വെള്ളിയാഴ്ച ഞാൻ ചർച്ചയിൽ പോയി ഇറങ്ങിയപ്പോ എന്നെ ചോദിച്ചു, നീ രാവിലെ പോകും, ഞാൻ ഇവിടെ ഇരിക്കും. ഞാൻ പറഞ്ഞു എന്നോടൊപ്പം ഒരുമിച്ച് പോവാം, എന്നോടൊപ്പം വന്നാൽ മതി, പോവാം. ഇന്ന് അതിന്റെ അടുത്ത ആഴ്ച ആട്ടെന്ന് പറഞ്ഞു. അതുപോലെ ഞായറാഴ്ച എന്നോട് ഒരു പ്രതികൂലവും പ്രയാസം ഇല്ലാതെ വേണം എന്നോടൊപ്പം ദൈവാലയത്തിൽ വന്ന് ഇന്നും നമ്മൾ എല്ലാവരും ഒരുമിച്ച് കർത്താവിനെ മഹത്വപ്പെടുന്നു, ആരാധിക്കുന്നു. ദൈവിക സന്തോഷം, ദൈവിക സമാധാനം, ദൈവിക പ്രത്യാശി എല്ലാം ദൈവം നടക്കുന്നത്. അതുപോലെ എന്റെ ഈ ശബ്ദം കേൾക്കുന്ന ഞാനിത് പറഞ്ഞ ദൈവത്തിൽ നിന്ന് പ്രാപിച്ച കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞത്. വചനം ഒരുപാട് ഞാൻ സംസാരിക്കാൻ നിൽക്കുന്നില്ല. ദൈവത്തിൽ നിന്ന് വെച്ചാൽ നമ്മൾ സമയം വേസ്റ്റ് ആക്കാതെ ദൈവസ്ഥനിൽ പ്രാർത്ഥിച്ച് ആ ഒരുക്കത്തോടെ ലക്ഷ്യത്തോടെ നമ്മൾ യാത്ര ചെയ്താൽ നമ്മുടെ ഭവനത്തിന്റെ അവസ്ഥകൾ മാറ്റുവാൻ ദൈവത്തിന് കഴിയും. അതുപോലെ ആരെങ്കിലും ഈ ശബ്ദം കേൾക്കുന്നെങ്കിൽ ഈ ടെസ്റ്റിമണിയിൽ കൂടെ ഈ ജോയ്സ് TV ടെസ്റ്റിമണിയിൽ കൂടെ ആരെങ്കിലും ഈ ശബ്ദം കേൾക്കുന്നവരുണ്ടെങ്കിൽ ഇതേ അവസ്ഥയിൽ ഇതേ ഭാരത്തോടെ കുടുംബ പ്രശ്നത്താലോ ഭാരത്താലോ രോഗത്താലോ കഷ്ടത്താലോ, പക്ഷെ ഈ ലോകത്ത് നിന്ന് മാഞ്ഞു പോകുന്ന അവസ്ഥയ്ക്ക് വേണ്ടിയല്ല, ഒരു നിത്യത നമുക്ക് ഒരുക്കിയിട്ടുണ്ട്. അവിടെ എത്തണമെന്നുള്ള ആഗ്രഹമുള്ള ആരെങ്കിലും ഇത് കേൾക്കുന്നെങ്കിൽ നമ്മൾ വിശ്വസ്തയോടെ ദൈവസന്നിധിയിൽ നിന്നാൽ മതി, വിശ്വസ്തയോടെ പ്രാർത്ഥിച്ചാൽ മതി. ദൈവസന്നിധി നമ്മൾ സമയം വെറുതെ കളയാതെ, ആരുമായിട്ട് സംസാരിച്ച് കളയാതെ, ആരുമായിട്ട് TV കണ്ട് സമയം കളയാതെ ദൈവസന്നിധി കിട്ടുന്ന സമയം നാം ദൈവമായിട്ട് ബന്ധത്തിൽ നിന്നാൽ ദൈവം നമ്മോട് കൂടെ ഇരിക്കുകയും അവസ്ഥകൾക്ക് ഭേദം വരുത്തുകയും ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തുകയും ചെയ്യും. നമ്മൾ ഈ ലോകത്ത് കർത്താവിന് വേല ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ പ്രതിഫലം എല്ലാം സ്വർഗത്തിൽ നമുക്ക് ഒരുക്കി ഉത്തമ സമ്പത്തായിട്ട് അതെല്ലാം ഉണ്ട്. നമ്മൾ കർത്താവിന്റെ ഭജനത്തിൽ നടക്കുമ്പോൾ ദൈവത്തിന്റെ ഒരു മർമ്മം പൗലോസ് വെളിപ്പെട്ട് കിട്ടിയതുപോലെ നമുക്കൊരു മർമ്മം വെളിപ്പെട്ട് കിട്ടിയതാണ് നിത്യത എന്നുള്ളത്. ആ നിത്യത എല്ലാ മനുഷ്യരുടെയും ഉള്ളിൽ ദൈവം വച്ചിരിക്കുമ്പോൾ നമ്മുടെ നിത്യത എവിടെ ചെലവാക്കും എന്നുള്ള ഒരു ലക്ഷ്യബോധത്തോടുകൂടെ നാം എല്ലാവരും ജീവിക്കുകയും അതിനുവേണ്ടി പ്രയത്നിക്കുകയും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്താൽ ദൈവം നമ്മോടുകൂടി നമ്മളോട് അത്ഭുതങ്ങളെ ചെയ്യുവാനായി തരും. അതുകൊണ്ട് സിസ്ലറ്റ് ജോൺ എന്നായിരുന്നല്ലോ പേര്, ഗീത എന്നാക്കിയെന്ന് പറഞ്ഞു. അതെങ്ങനെയായിരുന്നു? അത് ഒരു മീറ്റിങ്ങിൽ വെച്ച് ഞാനിങ്ങനെ ഭയങ്കര പ്രാർത്ഥന, ആൾക്കാർ കുറവാണ്, 10-15-20 ആൾക്കാരേ ഉള്ളൂ. എനിക്കറിയില്ല, ഞാൻ ആ മീറ്റിങ്ങിൽ ഭയങ്കരമായി പ്രാർത്ഥിക്കണം. അപ്പോഴാണ് ആ ദൈവദാസൻ ഗീതയെന്ന് വിളിക്കുന്നത്. എനിക്കറിയില്ല, ആ ദൈവദാസൻ എന്റെ പേരറിയില്ല. ഗീതയോട് ദൈവം സംസാരിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ അന്ന് തൊട്ടാണ് എനിക്ക് ആ ഗീത എന്നുള്ള പേരങ്ങ് ദൈവം വിളിച്ച പേരല്ലേ. കുഞ്ഞുങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു? മകൻ മറൈൻ എഞ്ചിനീയറായിട്ട് ഷാർജയിൽ വർക്ക് ചെയ്യാണ്. മരുമോളും കുഞ്ഞും ഞങ്ങളുടെ കൂടെ ഉണ്ട്. നമുക്കൊരു ബാങ്കില് ജോലി, ചെറിയ ജോലി ഉണ്ടായിരുന്നു. പക്ഷെ അവിടെ അമ്മയ്ക്ക് ക്യാൻസറിന്റെ അസുഖം വന്നപ്പോ പിന്നെ ജോലിയെല്ലാം ഉപേക്ഷിച്ച് അമ്മയും നോക്കി അങ്ങനെ ഞങ്ങൾ ഭവനമായിട്ടൊക്കെ അങ്ങനെ പോകണം. എന്റെ മരുമകന് ഡെപ്യൂട്ടി തഹസിൽദാരാണ് കളക്ടറേറ്റിൽ. മകളാണെങ്കിൽ നല്ല വിദ്യാഭ്യാസം ഉണ്ട്, സയന്റിസ്റ്റ് ആയിട്ട് ജോലിക്ക് കയറിയതാണ്. അപ്പൊ ജോലിക്ക് കയറിയുള്ള ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് അവൾ ഇറങ്ങി
അങ്ങനെ നിൽക്കുകയാണ്. കർത്താവ് ദൈവവചനം അറിയിക്കാനുള്ള ഒരു ഭാഗ്യം കർത്താവ് തന്നു. ഭാഗ്യം തന്നു. ഓക്കെ. സിസ്റ്റർ പറഞ്ഞ പോലെ നിത്യത അതാണ് നമ്മുടെ പ്രത്യാശ. അതിനുവേണ്ടി നമ്മൾ ഈ ലോകത്തിലുള്ള എല്ലാം അതെല്ലാം നമ്മളെ വിട്ടു പോകും. ഇപ്പോഴായാലും നമ്മൾ വിട്ടു പോയത്. പക്ഷെ നമ്മൾ ഒരുങ്ങേണ്ടത് നിത്യതയ്ക്ക് വേണ്ടിയാണ്. അവിടെയാണ് നമുക്ക് നമ്മുടെ ലക്ഷ്യസ്ഥാനം, ഉത്തമ സമ്പത്ത് അവിടെയാണ്. അവിടെ ഇരിക്കുന്നത് സമ്പത്ത് സ്രോതസ് അവിടെയാണ് ഇരിക്കുന്നത്. ഇവിടെ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട്, നമ്മൾ ഇത്രയും പ്രയാസപ്പെട്ട് വിശ്വാസത്തിൽ നിൽക്കാൻ നിന്നത് തന്നെ ഇതിനു വേണ്ടി മാത്രമാണ്. അങ്ങനെ ഒരു സ്ഥലമുണ്ട്, അവിടെ എനിക്ക് എത്തണമെന്നൊരു ആഗ്രഹത്തോടുന്നു. ഈ കഷ്ടത്തൊന്നും വകവയ്ക്കാതെ. പക്ഷെ ദൈവം ധൈര്യം തന്നു. ദൈവം ധൈര്യം തന്നു നിർത്തി. അല്ല സ്വന്തം എനിക്ക് കഴിയാൻ പറഞ്ഞല്ലോ, എനിക്ക് അങ്ങനെ ഒരു കഴിവുള്ളവളല്ല. പക്ഷെ ദൈവം എന്നെ ബലപ്പെടുത്തി, വചനം തന്നു, പാട്ടുകൾ തന്നു, ശക്തീകരിച്ച് ഓരോ ദിവസവും ബലപ്പെടുത്തി. ദൈവകൃപയിൽ കർത്താവിന്റെ വഴി നടത്തി, ദർശനങ്ങൾ തന്നു, ദൈവിക ആലോചനകൾ തന്നു. അങ്ങനെ അങ്ങ് കാലം അങ്ങ് പോയി. 27 വർഷം എങ്ങനെ പോയെന്ന് എനിക്കറിയില്ല. അങ്ങ് പോയി. ഇപ്പോഴും ദർശനങ്ങളൊക്കെ കർത്താവ് തരാറുണ്ടോ? എന്റെ ആവശ്യത്തിന്, ഞങ്ങളുടെ കുടുംബത്തിന്റെ ആവശ്യത്തിന് ചില വിഷയങ്ങൾ തമ്മിൽ പ്രാർത്ഥിക്കുമ്പോഴാണ് ചില സഹോദരിമാർക്ക് ഈ ലൈവ് കണ്ടിട്ടുന്ന ജോയ് ക്രൈസ്തവ സൃഷ്ടി അതില് ഒരു സാക്ഷ്യം കേട്ട സഹോദരി വിദേശത്ത് നിന്ന് വിളിച്ചു. അവർ 2-3 ദിവസം വരെ വിളിച്ചു. പക്ഷെ ഒരു ദിവസം ഒരു ആലോചന ഞാൻ ദൈവം എനിക്ക് തന്നു. പിന്നെ അവർ വിളിച്ചില്ല. സ്ഥിരം ഇങ്ങോട്ട് വിളിച്ചുകൊണ്ടിരുന്നതാണ്. പിന്നെ ഒരു ആലോചന അവരോട് എനിക്ക് പറയാൻ കഴിഞ്ഞില്ല. അപ്പൊ ഇങ്ങനെയൊക്കെ ജാഗ്രതയോടെ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾ ദൈവം എന്നോട് സംസാരിക്കും. കർത്താവ് ഉപയോഗിക്കട്ടെ. അനേകർക്ക് പിന്നെയും ഒരു അനുഗ്രഹമാക്കി കർത്താവ് തീർക്കട്ടെ. സിസ്റ്റർ ജീവിതത്തില് പ്രത്യേകമാകുന്നത് ശ്രദ്ധിക്കാനുള്ളത്, ഒരു മിനിറ്റ് പോലും വേസ്റ്റ് ആക്കാതെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ. ഞാൻ ഒരു ദിവസം പോലെ എന്റെ ഹസ്ബൻഡ് 6 മണിക്ക് ഡ്യൂട്ടിക്ക് പോയി പലപ്പോന്ന് കിടക്കാന്ന് പറഞ്ഞു. ഞാൻ കിടന്നപ്പോ എന്നെ കട്ടിൽ എടുത്തത് എറിഞ്ഞതുപോലെ താഴെ ഇട്ട് മുട്ടുകുത്തിച്ചു. കാരണം വേദനയൊന്നുമില്ല. ഞാനൊരു ബോൾ വന്ന് വീഴുന്നത് പോലെ വീണിട്ട് മുട്ടുകുത്തിയിരിക്കുക. അപ്പോഴെനിക്ക് മനസ്സിലായി പ്രാർത്ഥിക്കാനാണ്. കാരണം ഞാൻ ഇരുന്നില്ലെങ്കിൽ ദൈവം എന്നെ ഇരുത്തും. നല്ല പ്രാർത്ഥന വീരയാക്കി കർത്താവുമായിട്ട് വലിയൊരു പ്രത്യേക ബന്ധം. അതെ, ഇന്ന് നമുക്ക് അതുകൊണ്ടാണ് നമ്മൾ ആരോടെങ്കിലും സുവിശേഷം പറഞ്ഞാലും 5 പേരുടെ സുവിശേഷം പറഞ്ഞാൽ 2 പേരെങ്കിലും ചർച്ച ചെയ്യും. അങ്ങനെയാണ് ആദ്യകാലങ്ങളില്ല. ആരുടെ സുവിശേഷം പറഞ്ഞാലും എന്റെ അനുഭവം പറഞ്ഞാലും ഞങ്ങൾ ഈ ദേശത്ത് നിന്നൊന്ന് ഞാൻ ഒന്ന് കാര്യം സംസാരിച്ച് അവർ അംഗീകരിക്കും. അങ്ങനെ ഉള്ള ഒരു ഇതാണ്. പിന്നെ അടുത്തുള്ള ചേച്ചിയല്ലേ എന്നുള്ള ഒരു ആ ബന്ധത്തിൽ കുറെ പേര് സഭയിൽ വന്നു. ഇതിനടുത്തുള്ള ചേച്ചിയല്ലേ, അവരുടെ അച്ഛന്മാരൊക്കെ ആലയത്തിൽ വിട്ടതും അങ്ങനെയാണ്. ഇന്നാരാണ് അവരോടൊപ്പം ആണെങ്കിൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞുകൊണ്ട് കുറെ പേര് അങ്ങനെ ആലയത്തിൽ വന്നവരുണ്ട്. ഇത് പ്രത്യേകമായിട്ട് ഇന്ന് ഈ ആഭരണത്തെ കുറിച്ച് ഒരുപാട് ചർച്ചാ വിഷയങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അതെ, പല സാക്ഷ്യങ്ങളിലും ഞാൻ കേൾക്കാറുള്ളത്, പല സഹോദരിമാരും ദേവദാസി ഒരു സംസാരിച്ചുകൊണ്ടിരുന്നതിന്റെ ഇടയിൽ പറഞ്ഞു, അതെനിക്ക് മലം പോലെ തോന്നുന്നുണ്ട്. ദൈവവചനത്തിലും അങ്ങനെ പറയുന്നുണ്ട്, മലം പോലെ തോന്നുന്നു. അതെ, അപ്പം ഇന്നത്തെ കാലഘട്ടങ്ങൾ അതിനെക്കുറിച്ച് വലിയൊരു ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെ വേണേലും നമുക്ക് ജീവിക്കാം, കർത്താവ് നമ്മുടെ പുറം നോക്കുന്നില്ല, അകമാണ് നോക്കുന്നത്. ഇങ്ങനെയൊക്കെയുള്ള വലിയ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവരും ദൈവത്തിന്റെ വചനം അനുസരിച്ച് എങ്ങനെ ജീവിക്കണമെന്നുള്ളവരോട് കർത്താവ് പ്രത്യേകമായിട്ട് അവരെങ്ങനെ ജീവിക്കണമെന്ന് കർത്താവ് അവരെ പഠിപ്പിച്ച്, അവരെ തന്റെ പാതയിലൂടെ അഭ്യസിപ്പിച്ച് കർത്താവ് അവരെ നടത്തും. അതെ, ആഭരണം ഊരിയതിന്റെ പേരിൽ ഒരുപാട് ഉപദ്രവങ്ങൾ സിസ്റ്റർ സഹിച്ചല്ലോ. ഇഷ്ടംപോലെ ഇതെല്ലാം ഇട്ട് വന്നിട്ട് പോയി തന്നെത്താനെ മരുന്നൊക്കെ വാങ്ങി എനിക്ക് ഇപ്പോഴത്തെ തന്നല്ലോ. അതാ പറഞ്ഞ ആഭരണം ഊരി കഴിഞ്ഞപ്പം ദൈവം ദർശനങ്ങൾക്ക് കുറവ് സംഭവിച്ചത്. അങ്ങനെ സംഭവിച്ചു. കാരണം പകൽ വെട്ടം പോലെ കാണുന്ന ആ ഒരു മാറിയിട്ട് ഒരു ചെറിയ ഒരു ഈ വെട്ടത്തിന്റെ തീക്ഷ്ണത കുറഞ്ഞു. അങ്ങനെ ഒരു അനുഭവം എനിക്കുണ്ടായി. ഞാൻ ദർശനമൊക്കെ ഭയങ്കരമായിരുന്നു. അതാ പറഞ്ഞ കർത്താവ് നമുക്ക് വ്യക്തിപരമായി നമുക്ക് അങ്ങനെ വചനത്തിൽ അങ്ങനെ ആഭരണം ധരിക്കരുതെന്ന് ഒരു വ്യക്തമായിട്ടൊരു കർശന ഓർഡർ കൊടുത്തിട്ടില്ലെങ്കിലും ദൈവം പഴയ നിയമത്തിൽ പല ഇടങ്ങളിൽ അങ്ങനെ പറയുന്നുണ്ട്. കർത്താവ് ആഭരണം ധരിച്ച് അവരുടെ ആഭരണങ്ങൾ ഊരി കരുവേലകത്തിന് കീഴിൽ കുഴിച്ചിട്ടു. അത് കഴിഞ്ഞ് ദൈവം അവരോട് സംസാരിച്ചു എന്നൊക്കെ. ദൈവം ഞാൻ നിങ്ങളുടെ ഇടയിൽ നടക്കേണ്ടത് നിങ്ങളുടെ ആഭരണങ്ങളെ നിങ്ങളുടെ ഇടയിൽ നീക്കുവീനെന്നൊക്കെ ദൈവം സംസാരിച്ചെങ്കിലും പുതിയ നിയമത്തില്
അത്രയും കർശനമായിട്ടുള്ള ഒരു കാര്യങ്ങൾ നമുക്ക് കാണുവാൻ കഴിയുന്നില്ല. പക്ഷേ കഴിയുന്നില്ല. പ്രത്യേകമായും ദൈവവുമായിട്ടുള്ള വ്യക്തിപരമായ ബന്ധത്തില് ആ കർത്താവ് ഓരോ വ്യക്തികളെ കുറിച്ചും ദൈവിക ഉദ്ദേശം നിറവേറ്റേണ്ടതിന് കർത്താവ് അവരെ എങ്ങനെ ജീവിക്കണം ഈ ലോകത്തിൽ എന്നുള്ളത് അവരെ പഠിപ്പിക്കുന്നത്. അതെ, അതാണ്. പക്ഷെ അതിനുവേണ്ടി നമ്മൾ സ്റ്റെപ്പ് എടുക്കുമ്പോൾ ദൈവം നമ്മോട് കൂടെ നിന്ന് അതിനുള്ള വഴികൾ ദൈവം ഒരുക്കി. അതെ, അതെ. നമ്മൾ സ്റ്റെപ്പ് എടുക്കണം. ദൈവം നമ്മോട് പറയും. നമ്മൾ സ്റ്റെപ്പ് എടുത്തില്ല എങ്കിൽ നമുക്ക് അതിനോട് താല്പര്യമാണെങ്കിൽ ദൈവത്തിനൊന്നും നിർബന്ധിച്ച് നമ്മളെ ചെയ്യിപ്പിക്കാനില്ല. അതെ, ദൈവം ഒന്നും ചെയ്യത്തില്ല. അങ്ങനെ ദൈവം നിർബന്ധിച്ച് ദൈവം ഒന്നും ചെയ്യത്തില്ല. ദൈവം നിർബന്ധിച്ചൊന്നും ചെയ്യത്തില്ല. നമ്മൾ അതിന് വേണ്ടി സ്റ്റെപ്പ് എടുത്ത് വയ്ക്കണം. എനിക്കൊരു ആഗ്രഹമുണ്ട്. ദൈവം എന്റെ വചനപ്രകാരം എനിക്ക് നിൽക്കണം. ദൈവത്തിന്റെ വചനം എന്താണോ, ഉദ്ദേശം എന്താണോ, ഇത് ഒന്നും കൊണ്ട് എനിക്ക് ദൈവരാജ്യത്തിൽ പോയതിൽ നിന്ന് തടസ്സമാകരുത് എന്നുള്ള ഒരു ആഗ്രഹം നമ്മുടെ ഉള്ളിനകത്തുണ്ടെങ്കിൽ ഇത് ദൈവം കാണും. അതനുസരിച്ചുള്ള പ്രവൃത്തി, ദൈവത്തിന്റെ ഒരു ഇടപെടൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. അങ്ങനെയൊക്കെ നിൽക്കാനായിട്ട് കഴിയുള്ളൂ. വ്യക്തിപരമാണ്. ഇടുന്നവരെ നമുക്ക് വിമർശിക്കാനുമില്ല. പക്ഷെ ഇത് വ്യക്തിപരമാണ്. ആഗ്രഹിക്കുന്നവർക്ക് ദൈവത്തിനുള്ള വഴികളും. അതെ, ആഗ്രഹിക്കുന്നവരെ തൃപ്തിപ്പെടുത്തുമെന്ന് പറഞ്ഞതുപോലെ ആഗ്രഹിക്കുന്നവരെ കർത്താവ് ചെയ്യും. പറയുകയും ചെയ്യും. എന്നോട് ദൈവം പറഞ്ഞു നിനക്കിത് ആവശ്യമില്ല, നിനക്കത് ആവശ്യം. അച്ഛാ അങ്ങനെ പറഞ്ഞായിരുന്നോ സിസ്റ്ററോട് ദൈവം? എന്നോട് ദൈവം പറഞ്ഞു നിനക്കിത് ആവശ്യം. പലപ്പോഴും പറയും ഇത് സമയത്തെല്ലാം ഇത് പ്രാർത്ഥിക്കുന്ന സമയത്താണ്. സമയം തക്കത്തിൽ നീ ഉപയോഗിച്ചോളാം, സമയം തക്കത്തിൽ ഉപയോഗിച്ചോളാം. കാരണം അതിനുള്ള അവസരം ദൈവം തരുമെന്നാണ് പറയുന്നത്. സമയം തക്കത്ത് അത് എത്രയോ ദിവസങ്ങളോട് സംസാരിച്ചിട്ടുണ്ട്. ഓക്കെ സിസ്റ്റർ, അപ്പം ഇതിനെ കുറിച്ച് ഒരു ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നതായ ഒരു കാലഘട്ടത്തിലാണ് ഇത്രയും വളരെ വ്യക്തവും ക്ലിയറുമായിട്ട് പ്രിയ സിസ്റ്ററുടെ ജീവിതത്തിന്റെ അനുഭവത്തെ നമുക്ക് കേൾക്കുവാനായി സാധിച്ചത്. കർത്താവ് സിസ്റ്ററെ പിന്നെയും ഉപയോഗിക്കട്ടെ. അനേകർക്ക് ഒരു ആശ്വാസവും അനുഗ്രഹവും അനേകരെ ക്രിസ്തുവിലേക്ക് നയിക്കേണ്ടതിന് കർത്താവ് നല്ലൊരു ഉപകരണമാക്കി തീർക്കട്ടെ. ഞങ്ങളോടൊപ്പം ഇത്രയും സമയമായിരുന്നതിൽ ഒത്തിരി നന്ദിയുണ്ട്, സ്നേഹമുണ്ട്. കർത്താവ് സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. താങ്ക് യു സിസ്റ്റർ. ഇനി നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. സ്തോത്രം ചെയ്യുന്ന കർത്താവേ, സ്തുതിക്കുന്ന കർത്താവേ, സ്തോത്രം. പരിശുദ്ധനായ ദൈവമേ, സ്തുതിക്കുന്ന നല്ല കർത്താവേ, നല്ല സമയത്തിനായി സ്തുതിക്കുന്ന കർത്താവേ, സ്തോത്രം കർത്താവേ, സ്തുതിക്കുന്നപ്പാ. ദൈവമേ, ഞങ്ങളുടെ ജോയിസ് ടിവി ചാനലിലൂടെ കർത്താവേ, അപ്പാടിയ സാക്ഷി കർത്താവേ, ദൈവമേ അറിയിപ്പാന്നൊക്കെ ദൈവം അവസരനായി സ്തുതിക്കുന്ന കർത്താവേ, കേട്ട മക്കൾ ഇതെല്ലാം ശ്രദ്ധിക്കുന്ന മക്കളോട് പരിശുദ്ധാത്മാവിടെ ഉണ്ടെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഇതെല്ലാവർക്കും പ്രയോജനമായി തീരപ്പെടാം. ആരെങ്കിലും കർത്താവേ ഹാരിയ കഷ്ടതയിലൂടെ, പ്രയാസത്തിലൂടെ, വേദനയുടെ നിന്നയിലൂടെ, അപമാനത്തിലൂടെ ആരാധിപ്പാൻ കഴിയാതെ ഉള്ള കർത്താവ് ഭവനത്തിനകത്ത് അവസ്ഥയുണ്ടെങ്കിൽ കർത്താവ് ഹല്ലേലൂയ സകല മേഖലകളിൽ കർത്താവിന്റെ പ്രവൃത്തി വെളിപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് ഹല്ലേലൂയ. ദൈവമേ സ്തുതിക്കുന്ന കർത്താവ്, അനേകം കർത്താവ് ഹല്ലേലൂയ വിശ്വാസം ത്യജിച്ച് പിന്മാറുന്ന ഈ കാലഘട്ടത്തിൽ കർത്താവേ, ദൈവമേ ഈ സാക്ഷ്യമെല്ലാം കർത്താവ് ഹല്ലേലൂയ അവരുടെ ഉറപ്പിനായി തീരപ്പെടുവാനൊക്കെ വേണം കർത്താവെ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേക സിസ്റ്ററിന് പ്രാർത്ഥിക്കുന്ന കർത്താവ് ഹല്ലേലൂയ. ദൈവമേ കർത്താവെ ജോയിസ് ടിവി കർത്താവെ പ്രവർത്തനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഇതിന്റെ പിന്നിൽ അധ്വാനിക്കുന്ന എല്ലാ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവെ, എല്ലാവരും ധാരാളമായി നടക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, അവരുടെ പ്രവർത്തനങ്ങളെല്ലാം ഒരു വിശാലതയിലേക്ക് വന്നിട്ട് സഹായിക്കണമേ. ഇതിലൂടെ അനേകർ രക്ഷ പ്രാപിപ്പാൻ വേണം, അനേകർ ആശ്വാസം പ്രാപിപ്പാൻ വേണം, അനേകർ വിടുതൽ പ്രാപിപ്പാൻ വേണം കർത്താവെ, അനേകർ നിത്യത അവകാശമാക്കുവാൻ വേണം. പരിശുദ്ധരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ദൈവകൂടെ വഴി നടത്തണമേ, സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ചെയ്യുന്നതിനായി സ്വന്തം പ്രാർത്ഥനകളിനായി സ്വന്തം യേശുവിന്റെ നാമത്തിൽ തന്നെ പിതാവേ.